ഓണാശംസകൾ. ഓണം പാട്ടുകളുടെ ഉത്സവമാണ്. മധുരതരമായ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച മലയാളികൾക്കേറെ പ്രിയപ്പെട്ട ഗാനശില്പികളാണ് ഇന്നത്തെ അതിഥികൾ. നമുക്കേറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. രഞ്ജിൻ, സന്തോഷം, ഓണാശംസകൾ. നമ്മുടെ മുമ്പിൽ മനോഹരമായൊരു പൂക്കളുണ്ട്. വ്യത്യസ്ത വർണ്ണത്തിലുള്ള പൂവുകൾ, ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്ത് അലങ്കരിച്ച പൂക്കളം. ശരിക്കും പാട്ടുകൾ ഒരുക്കുന്നതും ഇതുപോലെയാണ് അല്ലേ? വരിയിലും ഈണത്തിലും ആലാപനത്തിലൊക്കെയുള്ള വൈവിധ്യതകളെ ചേർത്ത് വെച്ചുകൊണ്ടൊരു പാട്ടിൻ്റെ പൂക്കളമാണ് നിങ്ങൾ ഒരുക്കുന്നത്. അപ്പോൾ ഈ ഓണക്കാലത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള സിനിമാ ഗാനങ്ങൾ, ഈ ഫെസ്റ്റിവൽ സോങ്സ്, അങ്ങനെയുള്ള പലവിധ പാട്ടുകളെ കുറിച്ച് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷത്തിൽ തുടങ്ങാം. കാരണം ഓണത്തിന് ഒരു പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചരിത്രപരമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള വിശേഷങ്ങൾ നടക്കുന്ന ഒരിടം തൃപ്പൂണിത്തുറയാണ്. കൂട്ടത്തിൽ രഞ്ജിനുള്ളത് തൃക്കാക്കര അടുത്തുമാണ്. എന്നാലും ഇപ്പോൾ തൃക്കാക്കരക്കാരാണ്. തൃപ്പൂണിത്തുറയും തൃക്കാക്കരയാണ് ഓണത്തിൻ്റെ ഒരു ചരിത്രമുള്ള രണ്ട് ഞങ്ങൾ. അപ്പം ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഗസ്റ്റാണ് എന്നുള്ളത്. എന്തൊക്കെയാണ് തൃപ്പൂണിത്തുറയിൽ കണ്ടിട്ടുള്ള ഓണക്കാഴ്ചകൾ? അതായത് തൃപ്പൂണിത്തുറയിൽ എൻ്റെ ചെറുപ്പകാലത്ത് മുതൽ തന്നെ ഈ അത്തച്ചമയം എന്ന് പറയുന്നത് ഒരു ഹരമായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ അതായത് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ഒരു പിടി കലാരൂപങ്ങൾ ഒരു ഘോഷയാത്രയായിട്ട് ജനകീയമായ ഒരു പരിപാടിയായി മാറിയത് എനിക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം എപ്പോഴും കണ്ടാൽ തോന്നുന്നു. എനിക്ക് ഇയറൊന്നും എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല. പക്ഷേ നമ്മുടെ ഓർമ്മയിൽ നമ്മൾ കാണുന്ന ആ ഒരു അത്തച്ചമയം എന്ന് വെച്ചാൽ വളരെ കളർഫുള്ളായിട്ടുള്ള ആ തൃപ്പൂണിത്തുറ അന്നത്തെ തിരക്കും ഇപ്പോൾ റീസെൻ്റ് കൂടി ഭയങ്കരമായ തിരക്കാണ്. ഇപ്പോൾ ഒരുപാട് കൂടി എന്ന് പറയാം. കാരണം എന്ന് വെച്ചാൽ പല നാടുകളിൽ നിന്ന് വന്ന് താമസിക്കുന്ന ആൾക്കാരായി. പണ്ടൊക്കെ തൃപ്പൂണിത്തുറക്കാർ മാത്രമേ ഉള്ളൂ. ഇപ്പം നഗരം വളർന്നതോടുകൂടി തൃപ്പൂണിത്തുറയും ആ ഒരു സംസ്കാരത്തിലേക്ക് വന്നു. അപ്പോൾ നിറച്ചും ആളുകളും ഒക്കെ ആയിട്ട് ഇപ്പോഴും കൂടി ആ ഒരു വൈബ് പോയിട്ടില്ല. ഭയങ്കരമായിട്ടുള്ളൊരു ആ ഓണത്തിൻ്റെ വസ്ത്രം ഉടുക്കലും അതിന് വേണ്ടിയിട്ടുള്ള തിരക്കുകളും, ഓണത്തപ്പൻ വരുന്നു, മറ്റേ എന്താ പറയുക, പൂക്കൾ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നു. അവിടെ തൃപ്പൂണിത്തുറ ജംഗ്ഷനൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര കളർഫുള്ളാണ്. ഏറ്റവും കൂടുതൽ പൂക്കച്ചവടക്കാർ, മറുനാടൻ പൂക്കച്ചവടക്കാർ വന്നിട്ട് അവിടെ തമ്പടിച്ച് എവിടേക്ക് നോക്കിയാലും വർണ്ണവിസ്മയാണ്. ഇപ്പോൾ പണ്ടതില്ല. പണ്ട് വീടുകളിൽ തന്നെ ഉണ്ടല്ലോ പൂക്കൾ. നമ്മുടെ കുട്ടിക്കാലത്ത് മുക്കൂറ്റിപ്പൂ പറിക്കാം, എല്ലായിടത്തും തൊടികളിൽ നിന്ന് പറിക്കാം. ഇപ്പോൾ അതില്ലാണ്ടായി. എല്ലാവരും ഫ്ലാറ്റ് സംസ്കാരത്തിലേക്കും ചെറിയ വീടുകളിലേക്കും മാറിയപ്പോൾ അതില്ലാണ്ടായി. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള വഴികൾ നമുക്ക് കാണാം. രഞ്ജിനും ഗ്രാമവിശുദ്ധിയുള്ള പാലക്കാടിൻ്റെ ജീവിതം കണ്ടിട്ടുള്ള ആളാണ്. ഇപ്പോൾ തൃക്കാക്കര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അതിന് സമീപത്തുമൊക്കെയുള്ള ഈ ഓണവിശേഷങ്ങളും കാണുന്നുണ്ട്. ഈ ഉത്സവങ്ങളൊക്കെ എങ്ങനെയാണ് ചെറുപ്പം മുതൽ ജീവിതത്തിന്? ഉത്സവം എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ആക്ച്വലി സന്തോഷം പറയുമ്പോഴും അല്ലാത്തപ്പോഴും ഞാൻ ഏറ്റവും മിസ് ചെയ്യുന്നത് എൻ്റെ പാലക്കാട് നിന്ന് ഞാൻ അനുഭവിച്ച ഓണത്തിൻ്റെ ഭംഗിയാണ്. ഞാനിപ്പോൾ പേഴ്സണലി മിസ് ചെയ്യുന്ന കാര്യം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എവിടെ നോക്കിയാലും ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഒരുക്കാൻ വേണ്ടി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഇതുപോലെ ഇത്രയും നല്ല പൂക്കൾ നമുക്ക് അവൈലബിൾ അല്ലല്ലോ. അപ്പോൾ ഇത്രയും ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചാണകം മെഴുകി നമ്മൾ അടുത്തുള്ള പോയി പൂക്കൾ പറിച്ചു വരുന്നു. ആ പൂക്കളിനോട് ചേർന്ന് നിൽക്കുന്ന ഇലകൾ കൊണ്ടും കൂടെ നമ്മളത് മിക്സ് ചെയ്ത് നാച്ചുറൽ. അപ്പം ഈ പറയുന്ന കംപ്ലീഷൻ ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്കത് കംപ്ലീറ്റ് ആക്കുമ്പോൾ കിട്ടുന്ന മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അത് ഒരു പൂക്കളമാക്കി മാറ്റുമ്പോൾ അപ്പോൾ ശരിക്കും അത് മിസ് ചെയ്യുന്നുണ്ട് ഞാൻ. ഈ ഒരു കംപ്ലീഷൻ അഥവാ പൂർണ്ണത, നാച്ചുറാലിറ്റി, സ്വാഭാവികത പാട്ടൊരുക്കത്തിലുമുണ്ടല്ലോ. നിങ്ങൾക്ക് എഴുതുന്നതിലും സംഗീതം നൽകുന്നതിലും എത്ര അൾട്രാ മോഡേൺ ആയിട്ടുള്ള സാധ്യതകൾ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ചിലപ്പോൾ ആവശ്യമുള്ളത് ഉപയോഗിക്കുന്നുണ്ടാവും. എന്നിരുന്നാലും സംഗീതത്തിന് അതിൻ്റെ ഒരു ആത്മാവിനെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ കേരളീയത നിലനിർത്താതെ ഓണം ആഘോഷിച്ചിട്ട് കാര്യമില്ല. എന്നുപറഞ്ഞാൽ മലയാളിയുടെ കാഴ്ചയെ, കേൾവിയെ, ചിന്തയെ തൊട്ടുണർത്തുന്ന വിധത്തിലുള്ള പാട്ടൊരുക്കമാണ് നിങ്ങളിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിൽ തന്നെ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഹിറ്റാക്കിയിട്ടുള്ള പാട്ടുകൾ ഓരോന്നായിട്ട് പറയുമ്പോൾ ഒരുപക്ഷെ ആദ്യം പറയുന്നത് മാളികപ്പുറം തന്നെയായിരിക്കണം. മാളികപ്പുറം സാമ്പത്തികമായിട്ടും ആ സിനിമ നേടിയ വിജയം വലിയ അഭിമാനമുള്ള കാര്യമാണ്. അപ്പം മാളികപ്പുറത്തിലെ ഗണപതിയുടെ തുണയരുടെ പാട്ട് അവിടെ നിന്ന് തുടങ്ങാം. ആ വിശേഷങ്ങളിൽ നിന്ന് പറഞ്ഞു തുടങ്ങും. ഞാനും സന്തോഷേട്ടനും കൂടുന്നത് ആക്ച്വലി അധികം ശ്രദ്ധിക്കപ്പെടാത്ത പോയ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. കുഞ്ഞമണീസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സിനിമയാണ്. പക്ഷെ ഞങ്ങൾ അതിൽ ആകാശത്തല്ല, ഈ ഭൂമിയിലല്ല, പാതാളത്തല്ല, ആകെ എന്തോ മാതിരി പരലോകത്തെത്താനായി അലിയുന്നവരല്ലേ എന്നാണ് സനൽ ഡയറക്ട് ചെയ്ത മൂവി. പക്ഷെ അതിൽ എനിക്ക് ആ പാട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള ഒരു സോങ്ങാണ്.
വിദ്യാധരൻ മാഷല്ലേ പാടി? സ്റ്റേറ്റ് അവാർഡ് കിട്ടി മികച്ച കാര്യം. അതെ, അല്ലേ? അതിന് ഇന്ദ്രേട്ടനും കൂടെയാണ് പാടിയത്. ഇന്ദ്രേട്ടനും കൂടെയാണ്, പിന്നെ ദിവ്യ മേനോനും കൂടെ. അപ്പോൾ സന്തോഷേട്ടൻ അതിൽ സ്വർഗത്തിനെ ഭയങ്കര രസമായിട്ട് വിവരിച്ചിട്ടുണ്ട്. കണ്ട് 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 കണ്ണു കുളിരാനായി കാഴ്ചയുണ്ട് ധാരാളം, കേട്ട് കേട്ട് അല്ലേ കാത് കുളിരാനായി, അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് ഭയങ്കര രസകരമായിട്ട് അതിനെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്നതും എന്ന കവിതയും കൂടെയുള്ള ഒരു പരിപാടിയാണ് സന്തോഷേട്ടൻ ആ പാട്ടിന് വേണ്ടി പിടിക്കുന്നത്. അപ്പോൾ അതിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോയി പാട്ടിനെ പറ്റി അധികം ആരും പറയാറില്ല, അതുകൊണ്ട് അതൊന്നും അധികം പറയുന്നില്ല. മാളികപ്പുറം സൂപ്പർ ഹിറ്റ് ആയപ്പോൾ അതിനെപ്പറ്റി പറയുന്നു, മാളികപ്പുറം ഫ്ലോപ്പ് ആയിരുന്നെങ്കിൽ അതും ആരും മിണ്ടില്ല. പക്ഷെ അപ്പോഴും നമ്മളിതൊക്കെ ചെയ്തിട്ടുണ്ട്, അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ കൂടുന്നത്. പിന്നെ അതിനുശേഷം ഞങ്ങൾ പിന്നെ എഴുതിയത് മാളികപ്പുറം, അതോ കള്ളനും ഭഗവതിയാണോ? അല്ല, മാളികപ്പുറം റിലീസായ പടം മാളികപ്പുറമാണ്. ഗണപതി തുണയാരുള്ളത് വളരെ വിശേഷപ്പെട്ട ഒരു പാട്ടാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ. അതായത് ഞങ്ങൾ ആദ്യം ആ സിറ്റുവേഷന് വേണ്ടി ഒരുക്കുന്ന പാട്ട്, അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ കുറച്ചും കൂടെ ലൈറ്റർ ആയിരുന്നു. അത് ഡയറക്ടർ എക്സ്പ്ലെയിൻ ചെയ്തതും അതായിരുന്നു പ്ലാൻ. പമ്പയെന്ന് കെട്ടി നിറച്ച ശേഷം ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഉണ്ണിയുടെ ക്യാരക്ടറും അതിനോടൊപ്പം ചേരുന്ന സ്വാമിമാരും, അതിപ്പോഴും ആ സിറ്റുവേഷൻ ഉണ്ട്. അവിടെ ഞങ്ങൾ വേറൊരു ചെറിയൊരു ശാസ്താം പാട്ടായിട്ട് ഞാൻ അതിനെ ട്രീറ്റ് ചെയ്തു. അല്ലല്ല, സ്വാമി ശരണമപ്പ അയ്യപ്പ എന്നൊരു സംഭവം ചെയ്തു. അതായിരുന്നു ശരിക്കും സിനിമയിൽ പ്ലാൻ ചെയ്ത പാട്ട്, ഈ ഗണപതി തുണയറിലേക്ക് പകരമായിട്ട്. അപ്പോൾ ആ ഒരു ക്യൂട്ട്നെസ് കീപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ആ പാട്ട് കമ്പോസ് ചെയ്യുന്നത്. കാരണം ആ സമയത്ത് പെട്ടെന്ന് ജോയിൻ ചെയ്യപ്പെടുന്ന മ്യൂസീഷ്യൻസ് ഗഞ്ചറ കൊണ്ടും, അപ്പോൾ ആ ഒരു ഫീലായിരുന്നു ആ പാട്ടിന് കൊണ്ടുവന്നത്. ഒരു കുട്ടിത്തം ഉണ്ടായിരുന്നു ആ പാട്ടിന്. അപ്പോൾ ആ പാട്ടിന് സന്തോഷമായിട്ടും ഗംഭീരമായിട്ട് വരികളും എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഹാപ്പി ആയിരുന്നു. പക്ഷെ പെട്ടെന്നാണ് ഒരു തീരുമാനം മാറുന്നത്, അതിൻ്റെ സ്കെയിൽ കുറച്ചും കൂടെ വലുതാക്കാം, ആ വിഷ്വലിൻ്റെ സ്കെയിൽ കുറച്ചും കൂടെ വലുതാക്കാം. കാരണം കുറച്ചും കൂടെ എല്ലാ ഭാഷകളിലും അത് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു സ്പോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പക്ക ഒരു പേട്ടതുള്ളൽ പാട്ടിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അങ്ങനെ തന്നെ പിടിച്ചാൽ മതി, അതിൻ്റെ ടെംപ്ലേറ്റ് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ പാട്ടങ്ങ് മാറ്റി വെച്ചു. അതിനുവേണ്ടി ഫുള്ള് ലൈവ് സെഷൻസും എവറിഥിങ് ഫിനിഷ് ചെയ്തിരിക്കുക. റിതംസും നാദസ്വരം, ബേസ് ഗിറ്റാർസൊക്കെ ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അയ്യപ്പ പാട്ടായിരുന്നു അത്. എനിക്ക് ഇപ്പോഴും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അത് എപ്പോഴെങ്കിലും അത് വരും പുറത്തേക്ക്. അപ്പോൾ ആ സോങ് അങ്ങ് മാറ്റി വെച്ചു. കാരണം എനിക്ക് അവസാനം ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയുന്നില്ല. നാളെ ഷൂട്ട് എന്നാണ് പറയുന്നത്. ഇന്നാണ് ഈ കാര്യം തീരുമാനിക്കുന്ന, പാട്ട് മാറ്റാം എന്നുള്ള കാര്യം. അപ്പോൾ ഹെവിയാണ്, വളരെ ഏറ്റവും ഹെവി ആയിട്ടുള്ളൊരു സോങ്. അപ്പോൾ എനിക്ക് ആകെ വട്ടായിട്ട് ഞാനങ്ങ് ആൻഡ്രോ ചേട്ടനോട് പറഞ്ഞു, ആൻഡ്രോ ചേട്ടൻ ഞാൻ പാട്ട് ഉണ്ടാക്കാൻ പോവാണ്. അഭിലാഷിനെ വിളിച്ച് പറഞ്ഞു, വിഷ്ണുവിനെ വിളിച്ച് പറഞ്ഞു, പാട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് നേരത്തെ എന്നെ വിളിക്കേണ്ട, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. രാത്രി 8 മണിക്ക് മറ്റേ ഞാൻ ഇരുന്നു. ഒരു 10-11-12 മണി സമയമാകുമ്പോഴേക്കും ഞാൻ പാട്ട് കൊടുത്തു. നാളെ ഒരു ഷൂട്ട് ചെയ്തില്ല, മറ്റന്നാളത്തേക്ക് ആക്കിയത്. ഒരു ദിവസം കൂടെ ഗ്യാപ്പ് കിട്ടി. ആ രാത്രി ഒരു 12 മണിയാകുമ്പോഴേക്കും പാട്ട് റെഡി. ആൻഡ്രോ ചേട്ടനെ അയച്ചു കൊടുത്ത്. പുള്ളി എനിക്ക് തോന്നുന്നു പള്ളിയിൽ നിൽക്കുകയാണ്. പുള്ളി ഹാപ്പി, എവ്രി വൺ ഹാപ്പി. ഇവർ ആക്ച്വലി ആൻഡ്രോ ചേട്ടനാണെങ്കിലും അഭിലാഷാണെങ്കിലും വിഷ്ണുവിനാണെങ്കിലും ഇപ്പം എന്താ വേണ്ടതെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷേ നമ്മൾ അതല്ല ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു 3-4 മണിക്കൂർ കൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു സോങ്ങാണ്, ഇൻക്ലൂഡിങ് BGM ഞാൻ പറയുന്നത്. എല്ലാം ചെയ്തൊരു പാട്ടാണ് ഗണപതി തുണയരുളുക. രാവിലെയാണ് സന്തോഷേട്ടനോട് ഈ ഒരു മഹത്തരമായ വിവരം ഞാൻ കൺവേ ചെയ്യുന്നത്. രാവിലെ 9-10 മണിയാകുമ്പോൾ സന്തോഷേട്ടനെ വിളിച്ചു പറയുന്നു. സന്തോഷേട്ടനെ ഒരു കുലുക്കൊന്നുമില്ല, കാരണം ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് സന്തോഷേട്ടൻ. എനിക്ക് 2 വരി പറയാനുണ്ട്. അതായത് ഇന്നിപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള പ്രശസ്തരായിട്ടുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, പ്രായം കൊണ്ടും അനുഭവം കൊണ്ടൊക്കെ. അവരൊക്കെ ഒരുപാട് അയ്യപ്പൻ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ സന്തോഷേട്ടന് എഴുതിയിട്ടുള്ള എണ്ണം, സന്തോഷേട്ടൻ്റെ ഒരു പ്രായം വെച്ചുകൊണ്ട് നോക്കിയാൽ കഴിഞ്ഞൊരു 20 വർഷത്തിനിടയിൽ അത്രയധികം പാട്ടുകൾ, അതായത് ഇതൊക്കെ നിമിഷ നേരം കൂടെ ചെയ്യാവുന്ന പരിപാടിയുള്ളൂ. ഈസ്റ്റ് കോസ്റ്റിൽ തന്നെ ജയവിജയ സാർ സംഗീതത്തിലുള്ള പാട്ടുകൾ, പിന്നെ ഒട്ടനേകം പാട്ടുകൾ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു വേഗതയും അതിന്റെ പരിചയം അയ്യപ്പനായതുകൊണ്ട് എനിക്കത് ഒട്ടും ബുദ്ധിമുട്ട് വരില്ല. സന്തോഷേട്ടൻ 1 മണിക്കൂർ കൊണ്ട് പല്ലവി വന്നു, അടുത്ത മണിക്കൂറിൽ അനുപല്ലവി തന്നു, സംഭവം സെറ്റ്. പിറ്റേ ദിവസം അവർ ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തു. ഞങ്ങൾ ആ വിഷ്വൽ ഷൂട്ട് ചെയ്യുന്നത് കാണാനായിട്ട് ലൊക്കേഷനിൽ പോയി, പന്തളത്തായിരുന്നു. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ്. ആ പാട്ട് ഞാൻ ഇപ്പോൾ ആക്ച്വലി വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്ലേലിസ്റ്റിൽ അറിയാതെ കയറി വന്നപ്പോൾ ഞാനിത് ആലോചിച്ചുകൊണ്ടപ്പോൾ വന്നത്. ആ ചോദ്യം എനിക്ക് ഭയങ്കര സന്തോഷമായി. മാത്രമല്ല അതിലൊരു പെർഫോമൻസ് വളരെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ട്രീറ്റ് ആയിരുന്നു അത്. തിയേറ്ററിലാണെങ്കിലും ആൾക്കാർ, ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ സിനിമ കാണുമ്പോൾ ഈ പാട്ട് കംപ്ലീറ്റ്ലി ഇരുന്ന് ഇങ്ങനെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഈ പാട്ട് വരുമ്പോൾ ആൾക്കാർ കൈയടിക്കുമായിരിക്കുന്നു വിചാരിച്ചു. പക്ഷെ അതല്ല ഉണ്ടായത്. നിശബ്ദമായിട്ട് ഇരുന്ന് കണ്ടിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ഗാനമേളൊക്കെ കണ്ട് കൈയടിക്കുന്ന പോലെ എല്ലാവരും കൂടെ കൈയടിച്ചു പാട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ അവരത്രയും ഇന്നായി എന്നാണ് എനിക്ക് മനസ്സിലായത്. ഓഡിയൻ അത്രയും ഇന്നായി ആ വിഷ്വലായിട്ടും. മാത്രമല്ല ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ അത്രയധികം ആളുകളിലേക്ക് ഈ സിനിമയുടെ കഥയും തിരക്കഥയും സംഭാഷണവും അഭിനയ മുഹൂർത്തങ്ങളും സംഗീതവും വരികളും ഒക്കെ എത്തിച്ചേരുന്നതിന്റെ ഒരു സന്തോഷം വളരെ വലുത് തന്നെയാണ് അല്ലേ? സന്തോഷത്തിന് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഈ ഒരു പടത്തിൽ? അല്ല, ഇത് തന്നെ, അതായത് പ്രത്യേകിച്ചും ഇത് ഒരു അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയാണല്ലോ.
അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് അയ്യപ്പൻ എഴുതിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ്, അത് എഴുതാനും ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതെനിക്ക് വളരെ അനായാസമായിട്ട് എനിക്ക് സിനിമാറ്റിക്കായിട്ട് എഴുതാൻ പറ്റുന്നൊരു ധൈര്യമുണ്ട്. ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ആയിരിക്കാം, പക്ഷേ എന്തിനാണെങ്കിലും അതുള്ളതുകൊണ്ട്. പിന്നെ രഞ്ജിന്റെ ഈണം എന്ന് പറയുന്നത് എനിക്ക് വളരെ വളരെ ഇഷ്ടമുള്ളൊരു സിങ്കാണ്. സന്തോഷേട്ടൻ്റെ വാക്കുകളും എൻ്റെ ട്യൂണും അതേപോലെ തന്നെ ഹരിയേട്ടനായിട്ടുള്ളൊരു കോമ്പിനേഷൻ എനിക്ക് അങ്ങനെ തന്നെയാണ്. BK ഹരിനാരായണനായിട്ട്. വിനായക്കായിട്ട് ഞാൻ ഒരു പാട്ടേ ചെയ്തിട്ടുള്ളൂ, 2 പാട്ടേ ചെയ്തിട്ടുള്ളൂ. ഒന്ന് പാൽനിലാവിൻ പൊയ്കയിലും പിന്നെ ഏലമലക്കാട്. അപ്പോൾ എന്തോ എനിക്ക് ഇപ്പോഴത്തെ മിക്ക റൈറ്റേഴ്സായിട്ടും സിങ്കായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഒന്നാം പടി മേലെ സന്തോഷേട്ടൻ എഴുതിയ പാട്ടാണ് അമ്പാടി തുമ്പി കുഞ്ഞും സന്തോഷേട്ടൻ. കലിയുഗ വിധായകം സന്തോഷേട്ടനാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് വേണ്ടി ഞങ്ങൾ ലാസ്റ്റ് മൊമെന്റിൽ ഒറിജിനൽ സാധനങ്ങളും, അതായത് ഒറിജിനൽ ട്രഡീഷണൽ സാധനങ്ങളും, അതുകൂടാണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ സാൻസ്ക്രിറ്റിൽ ക്രിയേറ്റ് ചെയ്ത് അതും കൂടി നമ്മൾ ആ യുദ്ധ സമയത്ത് എന്താ പറയുക, ആ ഫൈറ്റ് സമയത്തൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. കുറെ രസകരമായിട്ടുള്ള ദേവം ദേവദേവപുത്രം എന്തൊക്കെയോ സാധനങ്ങൾ. അതായത് എനിക്ക് തോന്നുന്നു ഈണം അനുസരിച്ച് ഞാൻ സാൻസ്ക്രിറ്റിലാണ്. ഈ ഭൂതനാഥ സദാനന്ദ ഉണ്ടാവാൻ കാരണം കൂടെ ഞാൻ പറയാം. ഇപ്പം ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു പീസ് ഓഫ് മ്യൂസിക് ആണത് മാളികപ്പുറത്തിൽ. അപ്പോൾ സന്തോഷേട്ടൻ ഇതുപോലെ സാൻസ്ക്രിറ്റിൽ ഓൾറെഡി ഉള്ള ഒരുപാട് ശ്ലോകങ്ങൾ എനിക്ക് അയച്ചിട്ടുണ്ട്. കൂടാതെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ കലിയുഗ വിധായകം പോലെയുള്ളതും ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചിന്തുപാട്ടിൻ്റെ ഒരു ഋതം മാത്രമാണ് ആ ഭൂതനാഥ സദാനന്ദയ്ക്ക് വേണ്ടി ഞാൻ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ക്ലൈമാക്സ് പോർഷനിൽ ഉണ്ണി വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ സ്ഥലത്തെ ഒരു ചിന്തുപാട്ടിൻ്റെ ഋതം മാത്രം ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വായിച്ചു നോക്കണം എന്തെങ്കിലും ആഡ് ചെയ്തല്ലോ പറഞ്ഞിട്ട് സന്തോഷേട്ടൻ അയച്ചു തന്ന ശ്ലോകങ്ങൾ ഒരുപാടുണ്ട്, ട്രെയിൻ പോലെ കിടക്കുക. അപ്പോൾ ഞാൻ ഇങ്ങനെ താഴോട്ട് പോയപ്പോൾ അവിടെ ഭൂതനാഥ സദാനന്ദം ഞാൻ എന്നും ഭജിക്കുന്ന ശ്ലോകം തന്നെയാണത്. അപ്പോൾ അത് സിങ്ക് ആവുന്നുണ്ട് ഈ ഉണ്ടാക്കിയ ഋതത്തിന്, അങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്. അപ്പോൾ അത് ശരിക്കും സന്തോഷേട്ടനോട് നന്ദി പറയുന്നുണ്ട്. കാരണം അത് ഞാൻ ചിലപ്പോൾ നോക്കിയിട്ടില്ലെങ്കിൽ ഇത് ഞാൻ ചിന്തിക്കില്ല. സംഗീത സംവിധായകരിൽ ഇപ്പോൾ ബിജിപാൽ, MJ ചന്ദ്ര സാർ ഉൾപ്പെടെ ഒട്ടനവധി പേരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. രഞ്ജിൻ താരതമ്യേന പ്രായം കൊണ്ട് അയാളുടെ ഒരു യൂത്ത്ഫുൾനെസ് കൊണ്ടൊരു വേറിട്ട സമീപനം തന്നെയായിരിക്കണം. രഞ്ജിനുമായിട്ടുള്ള ആ ഒരു സഹപ്രവർത്തനം എങ്ങനെയാണ് സന്തോഷത്തിന് ആസ്വദിച്ചിട്ടുള്ളത്? രഞ്ജിൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത് അപ്പോഴാണ് മറ്റേ കുഞ്ഞുമണി ഹോസ്പിറ്റലാണ്. അപ്പോൾ അങ്ങനെ അതിനുശേഷം ഞങ്ങൾ വർക്ക് ചെയ്തതാണ് മാളികപ്പുറം, തൊട്ടുടനെ ചെയ്ത മാളികപ്പുറം തോന്നുന്നു. ഈസ്റ്റ് കോസ്റ്റിന്റെ കള്ളനും ഭഗവതി ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ അതൊക്കെ അതിൻ്റെയൊക്കെ കമ്പോസിംഗ് ഒക്കെ വളരെ രസകരമായിട്ടുള്ള ഞങ്ങൾ ഒരുമിച്ച് ഇരുന്നൊക്കെയാണ് ചെയ്തത്. സാധാരണ പടങ്ങൾക്ക് മ്യൂസിക് ഡയറക്ടർ എന്താ പറയുക സെപ്പറേറ്റ് ചെയ്യായിരിക്കും ചിലപ്പോൾ, പിന്നെ ലിറിസിസ്റ്റ് സെപ്പറേറ്റ് എഴുതും. ഇതങ്ങനെയല്ലാതെ ഡയറക്ടറും എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ കുറച്ച് പാട്ടുകളുണ്ട്. അപ്പോൾ അതൊക്കെ രഞ്ജിൻ്റെ ഈണങ്ങൾക്ക് എല്ലാം ഒരു നല്ല മലയാളിത്തമുള്ള എന്നാൽ മോഡേൺ സൗണ്ടിങ് ഉള്ള ഓർക്കസ്ട്രേഷനും ഒക്കെ വെച്ചിട്ടുള്ളൊരു പാറ്റേണാണ് രഞ്ജിൻ്റെ മ്യൂസിക്. അപ്പോൾ അതെനിക്ക് ഓൾറെഡി ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഈണങ്ങളാണ് എനിക്ക് നമ്മളെ ഇപ്പോൾ ട്യൂണിട്ട് പാട്ട് എഴുതുമ്പോൾ നല്ല ഈണങ്ങൾ കിട്ടുന്നതാണ് നമുക്കൊരു നന്നായിട്ട് എഴുതാൻ കൂടെ ഒരു ഇൻസ്പിറേഷൻ കൂടി തരുന്നത് അതാണ്. അപ്പോൾ അതെനിക്ക് രഞ്ജിൻ്റെ അടുത്ത് കിട്ടാറുണ്ട് എപ്പോഴും. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നടക്കാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ വളരെ എളുപ്പം നടക്കാറുണ്ട്. ഞങ്ങൾ ഇപ്പോൾ ഒന്നാം പടി പോലെ വിഷയം പറയുകയും അത് 5-6 വരികളേ ഉള്ളൂ. പക്ഷേ അത് പെട്ടെന്ന് തന്നെ അത് ഞാൻ പേനകൾ എടുക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് ആ ട്യൂൺ കേട്ട് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കായിരുന്നു. സന്തോഷേട്ടൻ പറഞ്ഞ വാക്കുകൾ മറക്കാതിരിക്കാൻ റെക്കോർഡ് ചെയ്ത് വെക്കാം. അങ്ങനെ സംസാരിച്ചുകൊണ്ടുണ്ടായതാണ്. നിമിത്തമുണ്ട്, അല്ലെങ്കിൽ അനുഗ്രഹമുണ്ട്. കാരണം ആ സിനിമ തിയേറ്ററിൽ നമ്മൾ കാണുമ്പോൾ ആ പാട്ട് വന്ന് വീഴുന്നൊരിടത്തെ വല്ലാത്ത മൂടും ഒരു പ്രത്യേക നിശബ്ദതയിൽ നിന്നൊരു സംഗീതം ഒഴുകി വരുന്ന പോലെയാണ്. അതൊക്കെ ഇത്ര വേഗത്തിലാണ് ഒരുക്കിയത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ഒരു സോഫയിൽ ഇരുന്നിട്ട് അകത്തേക്ക് സ്റ്റുഡിയോയിലേക്ക് എഴുന്നേറ്റ് പോയ ആ സമയം കൊണ്ട് ഞാൻ പറയാൻ വരുമായിരുന്നു. നമ്മൾ പുറത്തെ സോഫയിലിരുന്ന് സംസാരിച്ചിട്ട് അവിടുന്ന് എഴുന്നേറ്റ് നടന്ന് എന്റെ സ്റ്റുഡിയോ സ്പേസിലേക്ക് പോകുന്ന വഴിയിലാണ് 3-4 വരികൾ പാടുന്നു. അത്രേ ഉള്ളൂ. അത്ര പെട്ടെന്ന് അത് ചെയ്യാൻ പറ്റും. കഴിഞ്ഞാൽ അതൊക്കെ ഒരു പറഞ്ഞ പോലെ ഒരു അനുഗ്രഹം. ഇനി ഒരു കാര്യം കൂടെ, സംഗീത സംവിധായകൻ എന്നതിലുപരി പശ്ചാത്തല സംഗീതം ചെയ്യുന്നതിൽ രഞ്ജിന്റെ ഒരു സമീപനം ഉണ്ടല്ലോ, അതിനെയും സന്തോഷം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്താ പറയാനുള്ളത്? അത് വളരെ നല്ല വിഷയം. എന്താ പറയാ, അത് രണ്ടും കൂടി ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് രഞ്ജിൻ. രഞ്ജിന് വേണ്ടി ഞാൻ പശ്ചാത്തല സംഗീതത്തിൽ വായിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഈ തുടി പമ്പ അങ്ങനെ ഇതാണ് തെലുങ്ക് പടത്തിന് വേണ്ടി ഞാൻ വായിച്ചിട്ടുണ്ട്. പല പരിപാടികളും നടക്കുന്നില്ലേ? പാട്ടെഴുത്ത് മാത്രമല്ലോ, നമ്മളിങ്ങനെ നല്ലൊരു പെർക്കഷൻ വായിക്കുന്ന ഒരാളാണ് അറിയാലോ. ഞാനെന്തൊരു കാര്യം ചോദിക്കട്ടെ, സന്തോഷേട്ടൻ പാട്ട് എഴുതുന്നതിനോടൊപ്പം തന്നെ സംഗീതം നൽകാനും അത്യാവശ്യം ആലപിക്കാനും വേണമെന്ന് അഭിനയിക്കാനൊക്കെയുള്ള പലവിധ പരിപാടികൾ, വാദ്യോപകരണങ്ങൾ അടക്കം അറിയാമല്ലോ. തിരിച്ച് രഞ്ജിൻ എന്ന സംഗീത സംവിധായകന് വരികളെ
വിലയിരുത്തുന്നതിൽ വേണമെങ്കിൽ അതിലൊരു മാറ്റം വേണമെന്ന് പറയുന്നതിലുള്ളൊരു സാഹിത്യബന്ധം, അല്ലെങ്കിൽ അതിനോടൊരു സൗഹൃദം, എഴുത്തിനോടുള്ളൊരു താല്പര്യം, അതുമായിട്ടുള്ളൊരു അടുപ്പം ഏത് വിധത്തിലുള്ളത്? എനിക്ക് എഴുത്തിനോട്, ഞാൻ എഴുതുന്ന ചെറുപ്പം തൊട്ട് തന്നെ എഴുതുന്ന ആളാണ് ഞാൻ ഭയങ്കര എഴുത്തുകാരനാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ പ്രാസംഗികനാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ പ്രസംഗിക്കും. അതുപോലെ ആങ്കറിങ് ഞാൻ ജീവിതത്തിൽ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു, പക്ഷെ ഞാൻ എൻ്റെ ഒരു കാലത്തെ വരുമാന മാർഗവും ജീവിതമൊക്കെ ആങ്കറിങ് ആയിരുന്നു, ആർജയിങ് ആയിരുന്നു, ആകാശവാണിയിൽ ആർജ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ ആകാശവാണിയിൽ നിന്നൊക്കെ കിട്ടിയ ഒരു സമ്പത്ത് എന്ന് പറയുന്നത് ഈ പദസമ്പത്താണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നല്ല വാക്കുകൾ പ്രയോഗിക്കാനുള്ളൊരു ബുദ്ധി ചില സമയങ്ങളിൽ, എപ്പോഴും അല്ല, പലപ്പോഴും പെട്ടുപോകാറുണ്ട്, പക്ഷെ ചില സമയങ്ങളിൽ എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ട് ലഭിക്കാറുണ്ട്. പിന്നെ ഈ ആങ്കറിങ് ചെയ്തതിൻ്റെ ഒരു ഗുണവും എനിക്ക് ഉണ്ടാവാറുണ്ട്. കാരണം ഞാൻ ചെയ്ത പ്രോഗ്രാംസ് എല്ലാം തന്നെ ക്ലാസിക്സിനെ കുറിച്ചുള്ളതായിരുന്നു, അതായത് അഭയദേവ് കാലം തൊട്ട് ഉള്ള പാട്ടുകളെ കുറിച്ചുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് ഞാൻ പറയാൻ അറ്റ്ലീസ്റ്റ് ഞാൻ പഠിക്കണമല്ലോ. അഭയദേവ് എന്താണെന്ന് ഞാൻ അറിഞ്ഞാലല്ലേ എനിക്ക് ആർജയിങ് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിക്കിപീഡിയയിലാണെങ്കിലും അത് വായിച്ച് മനസ്സിലേക്ക് എടുക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1930s, 40s, 50s, 60s മുതലുള്ള മലയാള സിനിമാ സംഗീതത്തിന്റെ ചരിത്രം അല്പമൊക്കെ അറിയാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. മലയാളം മാത്രമല്ല, ഞാൻ അവിടെ തമിഴും ഹിന്ദി ക്ലാസിക്സും തമിഴ് ക്ലാസിക്സും MSV പോലെയുള്ള ലെജൻസിൻ്റെ പാട്ടുകൾ പ്ലേ ചെയ്യുന്നത് ആ പാട്ടുകളുടെ ചരിത്രം പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചരിത്രം പഠിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് എൻ്റെ ഇപ്പോഴുള്ള ആസ് എ മ്യൂസിക് കമ്പോസർ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. സന്തോഷ് ചേട്ടനെ പോലത്തെ ആളുകളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻ കിട്ടുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു എക്സ്പീരിയൻസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ ചെറുപ്പം തൊട്ട് തന്നെ എൻ്റെ കുടുംബത്തിൽ ഒരുപാട് എഴുത്തുകാരും ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ബൈ ഡിഫോൾട്ട് അതിനോടൊരു ഇഷ്ടം ഡെഫിനറ്റായിട്ടും ഉണ്ട്. ശരിക്കും ഒരു സാധാരണ ശ്രോതാവ് പാട്ടിൻ്റെ വലിയ ശാസ്ത്രീയത അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല. അയാൾ ഒരു പാട്ട് കേൾക്കുന്നു, അയാൾക്ക് ഇഷ്ടപ്പെടുന്നു. എന്ത് ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ചാൽ ചിലപ്പോൾ വിശദീകരിക്കാൻ പറ്റണമെന്നില്ല. അയാളുടെ ഹൃദയത്തെ അത് സ്പർശിച്ചു. ചിലപ്പോൾ ഈണമാവാം, വരിയാവാം. തിരിച്ചതിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ എന്ന ശ്രോതാവിനെ അറിയാൻ വേണ്ടി ചോദിക്കുന്നെങ്കിൽ, ഒരു പാട്ടിൻ്റെ പിറവി, അതിൻ്റെ രൂപീകരണം ഏത് ക്രമത്തിലായിരിക്കണം? അതിൻ്റെ ഒരു തുടക്കവും തുടർച്ചയും വരികളിലൂടെ, ചിലപ്പോൾ ഈണം കിട്ടിയിട്ടായിരിക്കാം പിന്നീട് വരി എഴുതുന്നത്. അതിൽ ഓർക്കസ്ട്രേഷൻ, പ്രോഗ്രാമിംഗ്, ഇൻസ്ട്രുമെന്റ്സ്, അല്ലെങ്കിൽ മാസ്റ്ററിംഗ്, മിക്സിംഗ്, കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അതിലെങ്ങനെയാണ് സന്തോഷത്തിൻ്റെ എഞ്ചിനീയർ അതൊന്ന് വിശദീകരിക്കാൻ പറ്റുക? ഒരു പാട്ടിൻ്റെ രൂപീകരണം അതിപ്പോൾ നമ്മളിപ്പോൾ ഓരോ സിനിമയിലും ഓരോ തരത്തിലായിരിക്കുമല്ലോ. കാര്യം എന്ന് വെച്ചാൽ മിക്കവാറും ഇപ്പോൾ അതായത് ഈ ട്യൂൺ എഴുതുക എന്നുള്ള പരിപാടി അറിയാലോ, ഇത്രയും കാലങ്ങളായിട്ട് മലയാള സിനിമയിലും എല്ലാ സിനിമകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഇതാണ്. ചില പാട്ടുകൾ നമുക്ക് എഴുതി കുറച്ചുകൂടി കവിതാ ഗുണത്തിൽ നമുക്ക് അത് പ്രസൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് ആ സിനിമയുടെ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു എഴുതി വെച്ച പാട്ട് നമുക്ക് കൊണ്ട് വച്ചാൽ അത് ആപ്റ്റ് ആകുമെങ്കിൽ, അങ്ങനത്തെ അവസരങ്ങളിൽ മാത്രമേ നമ്മളിപ്പോൾ ഈ എഴുതിയിട്ട് കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് മാറാറുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നത് മിക്കവാറും ചടുലഗതിയിലുള്ള പാട്ടുകളാണെങ്കിൽ അത് ആദ്യം ട്യൂൺ തന്നെ വരണം. കാര്യം അതെന്ന് വെച്ചാൽ ഇത് കവികൾ ആരാണെങ്കിലും എഴുതുമ്പോൾ ഒരു മീറ്റർ ഉണ്ടാവും, അതിൽ തന്നെ കിടക്കുള്ളൂ. അത് അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു താളം ഇട്ടിട്ട് അതിങ്ങനെ മറിച്ചൊക്കെ എഴുതണം. എന്നാലും അത് ഡിഫറെൻ്റ് ആയിട്ട് കമ്പോസറൊക്കെ ചെയ്യാൻ പറ്റില്ല. അതാണ് പ്രശ്നം. മറ്റല്ലെങ്കിൽ ഒരേ ഇപ്പോൾ ഒരു വട്ടം കൂടി ഓർമ്മകൾ മെയ്യുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറയുന്ന ഇതായിരിക്കും എല്ലാ ഇപ്പോഴും നമുക്ക് വിചാരിച്ചാൽ പറ്റും. പക്ഷെ അത്തരം സിറ്റുവേഷനും അത്തരം പാട്ടായിരിക്കണം. അതല്ല കൂടുതൽ നമ്മൾ ചെയ്യുന്ന എന്തിനാ വിഷ്വലിന് വേണ്ടി. ഇപ്പൊ സത്യം പറഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന പോലെ തന്നെയാണ് പാട്ടുകൾ നമ്മളിപ്പോൾ ഒരു പരിധി വരെ കൺസീവ് ചെയ്യേണ്ടി വരുന്നത്. വിഷ്വലിന് വേണ്ടി സിനിമയുടെ ഡൈനാമിക്സ് ഒട്ടും ചോർന്ന് പോകാതെയാണ് പാട്ടുകളും ഇപ്പൊ ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു മ്യൂസിക് കമ്പോസറുടെ ഉള്ളിലായിരിക്കും ആ പാട്ടിന്റെ ഔട്ട്പുട്ട് ആദ്യം ഉണ്ടാവുക. ഇപ്പോഴത്തെ ഒരു മൂവി മേക്കിങ്ങിന്റെ ഭാഗം എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ്. മ്യൂസിക് കമ്പോസറിനായിരിക്കും ഒരു പരിധിവരെ മ്യൂസിക്കൽ ഔട്ട് എന്താണെന്ന് മനസ്സിലുണ്ടാവുക. ആ ഔട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഇപ്പം ഞാൻ സന്തോഷ് ചേട്ടനെ സമീപിക്കുന്നു, അല്ലെങ്കിൽ ആരൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലെങ്കിൽ നമ്മുടെ മ്യൂസീഷ്യൻസ് ആരൊക്കെയാണോ അത് പ്രോഗ്രാമിംഗ് ഏത് തരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്നു. ആ പാട്ടിൻ്റെ ടൊണാലിറ്റിക്ക് അനുസരിച്ചുള്ള മിക്സിംഗ് എഞ്ചിനീയർ ചൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തന്നെ റഫ് മിക്സ് ചെയ്തത് അത് നമ്മളെന്തെങ്കിലും ഓക്കെ പോകും മാനസികമായിട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പുറത്ത് കൊടുക്കില്ല, നമ്മൾ തന്നെ മിക്സ് ചെയ്യും, മാസ്റ്ററിങ്ങിന് പുറത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു ഒരു ട്രാക്കിൻ്റെ ഓവറോൾ ട്രാക്കിൻ്റെ ഔട്ട്പുട്ട് എനിക്ക് തോന്നുന്നു കമ്പോസറുടെ ഉള്ളിലായിരിക്കും ഇപ്പോഴത്തെ മൂവി മേക്കിംഗ് പ്രോസസ്സിൽ ഉണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതിന് എത്രമാത്രം ഭംഗിയാക്കാനായിട്ട് ആരൊക്കെ ചേരണമോ അവരെ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് പിന്നെയുള്ള ഒരു കമ്പോസറുടെ ഉത്തരവാദിത്വം. അതായത് വരികൾ എഴുതുക എന്നതിൽ ഒരു പ്രയത്നമുണ്ട്. ഉദാഹരണം, നമ്മൾ ഒരു 12 വരിയിലോ അല്ലെങ്കിൽ 16 വരിയിലോ ഒക്കെ പൂർത്തിയാവുന്നൊരു പാട്ടിൽ അതിന് തുടക്കം വേണം,
അതിന് ഒരു കഥാഗതി വേണം, ഒരു മദ്യം വേണം, അതിനൊരു പൂർണ്ണത വേണം. അത് എഴുത്തുകാരന് അതിലൊരു എഫേർട്ട് ഉണ്ട്. ചില്ലറ എഫേർട്ട് ഒന്നുമല്ല, ഡെഫിനറ്റ്ലി അതൊരു വലിയ എഫേർട്ട് തന്നെയാണ്. എഴുത്തുകാരന്റെ എഫേർട്ട് അത് വിലമതിക്കാനാവാത്ത എഫേർട്ടാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഔട്ട്പുട്ട് മ്യൂസിക് കമ്പോസർ കാണുമ്പോൾ ആ ഔട്ട്പുട്ടിന്റെ കൂടെ സഞ്ചരിച്ചിട്ട് എഴുത്തുകാരന് പറയാനുള്ള പൊളിറ്റിക്സും കൂടെ അതിൻ്റെ ഉള്ളിൽ പറയാ എന്ന് പറയുന്ന കാര്യം അത് മാനസികമായിട്ട് തളരുന്ന ഒരു പ്രോസസ്സാണ്. ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും ചിന്തിക്കാൻ പറ്റുന്ന. അനായാസം ചെയ്യുന്നത് കാണുമ്പോൾ അത്ഭുതമാണ്. തീർച്ചയായിട്ടും ഞാൻ സന്തോഷയുടെ പാട്ട് എഴുതുമ്പോ കൂടെ ഇരുന്ന് കണ്ടിട്ടൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാണ് ഈ ട്യൂണിനനുസരിച്ച് ഇത് ഇങ്ങനെ കൃത്യമായിട്ട്, കാരണം അറ്റ് ദ സെയിം ടൈം ഇപ്പോഴത്തെ ഈ പറഞ്ഞ ഈ സൗണ്ടിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് സന്തോഷേട്ടനടക്കം ഇവരെല്ലാവരും അതിലും കൂടുതൽ ഫോക്കസ്ഡ് ആണ്. അപ്പോൾ പറയാനുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വേറെ രീതിയിൽ പറയേണ്ടി വരും, കറങ്ങി മൂക്കിലോട്ട് പിടിക്കേണ്ടി വരും. അപ്പോൾ അത് സൗണ്ടിങ്ങിന് വേണ്ടി ചിലപ്പോൾ അവർ വേറെയും കുറെ ട്രാവൽ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എഴുത്തുകാരൻ്റെ ഉള്ളിൽ സംഗീതവും സംഗീതകാരൻ്റെ ഉള്ളിൽ എഴുത്തുകാരനും ഉണ്ടാവണം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലാതെ ഞാനിരുന്ന സാഹിത്യം രഞ്ജിന് മനസ്സിലാക്കിയത് എന്താന്ന് ചോദിക്കില്ലേ, അതെന്തായാലും വേണം. സന്തോഷേട്ടൻ്റെ ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് ട്യൂണിന് നമ്മൾ ഒട്ടിച്ചു വെച്ച പോലെ ഉണ്ടാവാറുണ്ട്. സന്തോഷേട്ടൻ്റെ വാക്കുകൾ ഒട്ടിച്ചു വെച്ച പോലെ, അതായത് എൻ്റെ പാട്ടെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, സന്തോഷേട്ടൻ്റെ ഇതുവരെയുള്ള എത്രയോ പുള്ളി ലെഗസിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയധികം പാട്ടിൽ എഴുതി കഴിഞ്ഞ ഒരാളാണ്. സന്തോഷേട്ടൻ്റെ പാട്ടിൽ എല്ലാത്തിലും ഒന്നും മുഴച്ചു നിൽക്കണം ഞാൻ കേൾക്കേണ്ടി വന്നിട്ടേ ഇല്ല. അതാണ് എനിക്കൊന്നും തോന്നാറുള്ളത്. ഫ്രീഡം ചതിക്കാത്ത ചെന്തു തുടങ്ങിയിട്ടുള്ള കാലം സംബന്ധിച്ചിട്ട് പാണ്ഡിപ്പടയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അണ്ണൻ തമ്പി, പിന്നെ ലാലേട്ടൻ തന്നെ അഭിനയിച്ചുള്ള ചൈന ടൗൺ, സാഗർ ഇലിയാസ് ജാക്കി, അലിബായ്, കുറേ പടങ്ങളിൽ ഇങ്ങനെ എഴുതി വന്നിട്ട് പടങ്ങൾ ഇങ്ങനെ കെടുക്കുകയാണ്. ആക്ടേഴ്സ് കുറെ പേര് പാടിയിട്ടുണ്ട് സന്തോഷത്തിന്റെ പാട്ട്. അതൊന്നുകൂടെ ഒന്നെല്ലാം പറയാമോ? കുറച്ച് പറയാം. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു കണക്ക് ഞാൻ എടുത്തു നോക്കിയപ്പോൾ, ലിസ്റ്റ് ഒന്നുമല്ല, ജസ്റ്റ് മനസ്സിലാലോചിച്ചപ്പോൾ മലയാളത്തിൽ ഒരുപാട് പേര്, അതായത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ മറ്റേ നടന്മാരും നടിമാരും പാടിയിട്ടുള്ളത് എൻ്റെ വരികളാണെന്ന് ഞാൻ അടുത്തിടയ്ക്ക് ആയിരുന്നു സംസാരിച്ചപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കണ്ടായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തുടങ്ങിയത് കലാഭമണിയിലാണ്. കലാഭമണി അത് പൈനാപ്പിൾ സിന്ദറിനല്ല, റെഡ് സല്യൂട്ട് എന്ന പടത്തില് 2 പാട്ട് അദ്ദേഹം കലാഭമണിയെ പാടിയത്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര, എന്നെ എവിടെ വെച്ച് കാണുമ്പോൾ പുള്ളി ഇതിങ്ങനെ എന്നെ കാണുമ്പോൾ പാടും പുള്ളി. അത്രയും ഭയങ്കര അടുപ്പായിരുന്നു. നല്ല അന്നത്തെ നല്ല രസമായിട്ട് ചെയ്തിട്ടുള്ള പാട്ടാണ്. അതിനുശേഷം ഒരുപാട് പേര്, ലാലേട്ടൻ, മഞ്ജു വാര്യർ, കാവ്യ മാധവൻ, പാട്ട് പറയാൻ ചിലപ്പോ എല്ലാം കൂടി ഓർക്കണില്ല. അതിനുശേഷം ഞാൻ പറയാം, നമ്മുടെ അവിടുന്ന് തുടങ്ങിയതാണ്. ഒരുപാട് സിംഗർ അല്ല നടന്മാര് നടിമാര് എല്ലാവരും പാടുകയുണ്ടായി. ഇന്ദ്രജിത്ത് നമ്മുടെ പാട്ട് ഇന്ദ്രജിത്ത് പാടി, പൃഥ്വിരാജ് പാടിയിട്ടുണ്ട്, ജയസൂര്യ 2-3 പാട്ട് പാടിയിട്ടുണ്ട്, ദുൽഖർ സൽമാൻ പാടിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും, ശ്വേതാമേനോൻ പാടിയിട്ടുണ്ട്. അത് ഏത് പാടാന്നറിയോ? 100 ഡിഗ്രി സെൽഷ്യസ്. അതിനകത്ത് മേഘന രാജ് അവരെല്ലാം കൂടി ഒരു ദീപകട്ടൻ ചെയ്തതല്ലേ? ആ ദീപക് ചെയ്ത പാട്ടാണ് ലാലേട്ടനെ കൂടി പാടിയത്. വിജയലക്ഷ്മി, വക്കം വിജയലക്ഷ്മി ലാലേട്ടനോട് പാടിയ കണ്ടോ കണ്ടോ എന്നുള്ള പാട്ട് മറ്റേ ഇതിനകത്ത് റെക്കോർഡാണ്. അങ്ങനെ നെടുമുടി വേണുചേട്ടൻ പാടിയിട്ടുണ്ട്. പിന്നെ ആരാ, ഷാജോൺ കലാഭവൻ പാടിയിട്ടുണ്ട്. അങ്ങനെ കുറെ പേര്. ജയറാമേട്ടൻ പാടിയില്ല. സുരേഷ് ഗോപി പാടിയിട്ടുണ്ട്. അത് ഇത് നമ്മുടെ ഇതിനകത്ത് ചെസ്സിന്റെ പടം ഉണ്ടായിരുന്നല്ലോ, ഇളയരാജ എന്നുള്ള പടം, അതിനകത്ത് പാടിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ജയസൂര്യ പാടിയിട്ടുണ്ട്. ജയസൂര്യ ആദ്യം പാടുന്നതാണ് ആശിച്ചവൻ ആകാശത്തിന് ആനയെ കിട്ടിയുള്ള പാട്ട് ജയസൂര്യയുടെ പടത്തിൽ തന്നെ. അതും അങ്ങനെ അങ്ങനെ കുറേ പേര് ഒരുമാതിരിപ്പെട്ടവരൊക്കെ പാടി. അങ്ങനെ അതെ, നിങ്ങളുടെ പാട്ടുകൾ, നിങ്ങൾ ഒന്നിച്ച് ചെയ്ത പാട്ടുകൾ മാത്രമല്ല, നിങ്ങൾ മറ്റിപ്പോൾ വേറെ ലിറിസിസ്റ്റിൻ്റെ കൂടിയും വേറെ മ്യൂസിക് ഡയറക്ടർ കൂടിയും ചെയ്തിട്ടുള്ള വർക്കുകൾ ഉണ്ടാവില്ല. അതിലൊരു പക്ഷെ നമ്മൾ വീണ്ടും പൂക്കളത്തിലേക്ക് വന്നുകൊണ്ട് ഒരു പൂവെടുത്ത് നോക്കിയാൽ രഞ്ജിന്റെ ഏറ്റവും ജനപ്രിയമായ ഒരു പാട്ടിന്റെ ആദ്യത്തെ വാക്ക് കിട്ടും, പൂമുത്തോടെ. അത് ഈ അവസരത്തിൽ പറയാതെ പോകാൻ പറ്റില്ല, കാരണം അതൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് തന്നെയായിരിക്കും. എങ്ങനെയാ ഓർക്കുന്നത് പൂമുത്തോളെ ഈ അവസരത്തിൽ? പൂമുത്തോളെ എനിക്കറിയില്ല. പൂമുത്തോളെയാണ് നമ്മൾ ബാക്കി ഇപ്പോൾ ജോസഫിലെ ബാക്കി എല്ലാ പാട്ടുകളും ജനശ്രദ്ധ കിട്ടിയ പാട്ടുകളാണ്. ഉയരനാഥനെയും കണ്ണെത്താതെ വരും, പാടവരമ്പത്തിലൂടെ, കരിനീലക്കണ്ണുള്ള പെണ്ണ്. പക്ഷേ പൂമുത്തോളെ വന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാം ആൾക്കാർ വെയിറ്റ് ചെയ്ത് ഇരുന്നു. അതെല്ലാം ജനങ്ങളിലേക്ക് എത്താൻ പൂമുത്തോളയും കൂടെ ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് എന്താ പറയുക, ആ പാട്ടാണ് ഞാൻ, ആ പാട്ടിലൂടെയാണ് എന്നെ ജനങ്ങൾ
തിരിച്ചറിഞ്ഞത്. ആ പാട്ടിലൂടെയാണ് നമുക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു തുടങ്ങിയത്. പിന്നെ നമ്മുടെ ടാലൻറ്റും കാലിബറും കാണിക്കാനുള്ള, സസ്റ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എനിക്ക് ഒരു വാതിൽ തുറന്നു തന്നത് ഉറപ്പായിട്ടും പൂമുത്തോളയാണ്. അപ്പോൾ അത് എൻ്റെ രഞ്ജിൻ്റെ സംഗീതത്തിലെ ഒരു വാത്സല്യത്തിൻ്റെയും പ്രണയത്തിൻ്റെ പിന്നെ ചിലപ്പോൾ ഭക്തിയുടെ അംശം അതാണല്ലോ നമ്മൾ ഏറ്റവും സ്പർശിക്കുന്നത്. ക്രിസ്ത്യൻ സോങ്സ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഉയരുന്നാഥിനുണ്ട് നിങ്ങളൊന്നിച്ചൊരു പാട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് കള്ളനും ഭഗവതിയിലാണോ? കഥനങ്ങൾ തീരാകൂരിരുൾ മാറ്റി പകർന്നവനേ. അതിന്റെ അത് നല്ലൊരു കരോത്സവമാണ് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ട പാട്ട്. അത് ആ പാട്ട് ഞാൻ എഴുതിയിട്ട് കമ്പോസ് ചെയ്ത പാട്ടാണ്. മറക്കില്ല ഞാനും അങ്ങനെയല്ലേ നമ്മൾ അതിലൊരു പാത്തോസ് ഉണ്ട്, കാർത്തിക് പാടിയ മറക്കില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട്. ആ പാട്ടും സന്തോഷേട്ടൻ വരികൾ എഴുതിയിട്ടാണ് ട്യൂൺ ചെയ്തത്. അതാണ്. അപ്പോൾ ഈ പൂമുത്തോളയിലുള്ളത് പോലെ തന്നെ ഒരു വാത്സല്യം നിറഞ്ഞ ഒരു സ്നേഹസ്പർശം വേറെയും പല പാട്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കാണലൊക്കെ പാട്ടുകൾ അത് അങ്ങനെ ഒരു ടച്ച്, അതുകൊണ്ടാണല്ലോ ആളുകൾ ഏറ്റെടുക്കുന്നത്. അത്ര എളുപ്പമല്ലല്ലോ ആളുകൾ. ഇപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പൊ നമ്മുടെ പാട്ടുകളിൽ, ഇപ്പൊ ഏലമല കാടിനുള്ളിൽ എന്ന് പറഞ്ഞ പാട്ടിലെ പണ്ടത്തെ കനലും മിഴിനീർക്കടലും, ആ ഒരു ഏരിയ ആണ് ഏറ്റവും കൂടുതൽ റീൽസും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്തിട്ടും അവരുടെ സ്റ്റോറി ആയിട്ടും അല്ലെങ്കിൽ അവരുടെ ഒരു സ്വന്തം ഒരു പാട്ട് പോലെ കരുതുന്ന കണ്ടിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഏരിയ വരുമ്പോഴേക്കാണ്. അപ്പോൾ നമ്മുടെ നിന്ന് പോകുന്ന, അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഡയറക്റ്റ്ലി കൊടുക്കുന്ന സംഭവങ്ങളെല്ലാം ഏറ്റിട്ടുണ്ട് ഇതുവരെ. അപ്പോൾ എനിക്ക് അതിലാണ് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നത്, ആ സംഗീതത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്തോഷേട്ടാ, നേരത്തെ എഴുത്തുകാരൻ്റെ പ്രയത്നത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി മ്യൂസിക് ഡയറക്ടർ മണിക്കൂറുകളുള്ളൊരു ടെക്നിക്കൽ ജോബാണ് ചെയ്യുന്നത്. സിസ്റ്റത്തില് ഇത്രയും ലെയേഴ്സ് വെച്ച് വർക്ക് ചെയ്ത് ചിലപ്പോൾ ലേറ്റ് നൈറ്റുകളിലും പുലർച്ചെ വരെയൊക്കെ മറ്റെല്ലാത്തിൽ നിന്നും കട്ട് ചെയ്ത് ഇരിക്കുക എന്ന് പറയുന്ന ശാരീരിക മാനസിക അധ്വാനം ഉണ്ടല്ലോ. സന്തോഷേട്ടൻ അത് മാറി നിന്ന് കാണുന്ന അല്ലെങ്കിൽ അത് നേരിട്ട് ഇടപെടുന്ന ഒരാളല്ലേ. അത്തരത്തിലുള്ള ഇവരുടെ ടോട്ടൽ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ എസ്പെഷ്യലി രഞ്ജിന്റെ അത്തരം എഫേർട്ടുകൾ എങ്ങനെയാണ് സന്തോഷേട്ടൻ അപ്രീഷിയേറ്റ് ചെയ്യാൻ? അല്ല, അതെന്ന് വെച്ചാൽ അതായത് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് എൻ്റെ പാട്ടിൻ്റെ സൗണ്ടിങ് ഇങ്ങനെയായിരിക്കണം, അതിൽ എന്തൊക്കെയാണ് കേൾക്കേണ്ടത്, അങ്ങനെ ഒരു അതായത് ഇപ്പം ഞാൻ പറയാം, ഏത് മ്യൂസിക് ഡയറക്ടർ എടുത്താലും ഇപ്പോൾ മുൻപിൽ ഇപ്പോഴത്തെ എനിക്ക് അങ്ങനെ പറയാൻ പറ്റും. പക്ഷേ രഞ്ജിന് അങ്ങനെ ഒരു വിജിക്കുണ്ട്. അങ്ങനെ കുറേ പേർക്ക് അവരുടേതായ കുറേ തനിമകളുണ്ട്. അതായത് നമുക്ക് ഇനി അവരുടെ ഒന്നും കേൾക്കണ്ട, ഞാൻ അവരുടെ ടൈറ്റിലൊന്നും കാണണ്ട, അല്ലാണ്ട് ഇങ്ങനെ കേട്ടാൽ ഇത് ഇന്നാൾ ചെയ്തേക്കണം അത് പറയാവുന്ന ഒരു മാർക്കുണ്ടല്ലോ. ജോൺസൺ മാസ്റ്റർക്ക് ഉണ്ട്, മാസ്റ്റർക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ആ ഒരു എന്ന് പറഞ്ഞ പോലെ ഇവരൊക്കെ അത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ രസം. കാരണം വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ആ ഒരു വ്യക്തിയുടെ ഒരു അംശം അതിലുണ്ട്, ആ മ്യൂസിക്കിലുണ്ടാവും. അതായത് നമുക്കിപ്പോൾ എസ് പി വെങ്കടേഷിൻ്റെ പാട്ട് കേട്ടാൽ നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞു ഇവിടെ അതിനൊരു ഓർക്കസ്ട്രേഷൻ പാറ്റേൺ ഉണ്ട്. അതെ, ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ്. അപ്പോൾ എന്ന് പറയുന്ന പോലെ രഞ്ജിനും അങ്ങനത്തെ ഒരു ഇതുണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ എല്ലാവരുടെയും അങ്ങനെ വേർതിരിച്ച് ചിലപ്പോൾ പറയാൻ പറ്റില്ല, അതിന് ഇതാരാ അങ്ങനെ സംശയിക്കേണ്ടി വരും. പക്ഷേ രഞ്ജിത്ത് ഈ മ്യൂസിക്കിന് തന്നെ അങ്ങനെ ഒരു മലയാളിത്തം നിൽക്കുന്ന ഒരു മ്യൂസിക്കാണ് രഞ്ജിന്റെ പാട്ടുകൾക്ക്. കീബോർഡ് പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളാണ് സന്തോഷേട്ടൻ. ഈ പറഞ്ഞ പെർക്കഷൻ മാത്രമല്ല, പ്രൊഡക്ഷൻ നന്നായിട്ട്, മ്യൂസിക് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ അറിയുന്ന. അല്ല, ചില സമയത്ത് ഇപ്പൊ ശൈലനന്ദിനി എന്ന് പറഞ്ഞൊരു പാട്ട്, അതിലേക്ക് നമ്മൾ വരാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചിത്തിനി എന്ന് പറഞ്ഞ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയിലെ സോങ് ആണ്. അതൊരു എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ടും സാൻസ്ക്രിറ്റ് മാത്രമേ ഉള്ളൂ. സംസ്കൃത ആണ്, 90% സാൻസ്ക്രിറ്റ് ആണ്. അതൊക്കെ മധുചേട്ടൻ അതിലെല്ലാ ശ്ലോകങ്ങളും മധുചേട്ടനെ പാടി. ഒരു 12 ശ്ലോകങ്ങളുണ്ട് ആ പടത്തില്. ഈ ചിത്തിനി ഒരു സാൻസ്ക്രിറ്റ് സോങ് ആയിട്ടാണ് എനിക്ക് കൺസിഡർ ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. മലയാള പദങ്ങൾ വന്നു പോകുന്നുണ്ട് അതിൽ, എങ്കിലും മോസ്റ്റ്ലി സാൻസ്ക്രിറ്റ് പദങ്ങളാണ്. അത് സന്തോഷേട്ടൻ്റെ വരികൾ. അത് സത്യപ്രകാശ് എന്ന് പറഞ്ഞ ഗായകനാണ് പാടിയത്. തമിഴിൽ ഒരുപാട് നല്ല ഗാനങ്ങൾ പാടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതില് ഞങ്ങളൊക്കെ അതിന്റെ പശ്ചാത്തലത്തിലുണ്ട്, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, സന്തോഷേട്ടനുണ്ട്. ഞാൻ പാടുന്നതായിട്ട് സന്തോഷൻ മൃദംഗം വായിക്കുന്നതായിട്ട്. അപ്പോൾ അത് ഞാൻ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നാഗരയാണോ സന്തോഷേട്ടൻ വന്ന് എന്നെ കൊണ്ട് വായിപ്പിച്ചു, അത് പ്രോഗ്രാം ചെയ്യിപ്പിച്ചു. അതും കൂടെ വന്ന നല്ലതായിരിക്കും. സന്തോഷത്തിന് വായിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് പലപ്പോഴും. ഞങ്ങൾ ഒരുമിച്ചുള്ള പാട്ടുകളിൽ മ്യൂസിക് പ്രൊഡക്ഷൻ്റെ ഏതൊക്കെയോ രീതിയിൽ സന്തോഷേട്ടൻ ഭാഗമാവാറുണ്ട്. പാട്ടൊരുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ദൃശ്യസങ്കല്പം ഉണ്ടല്ലോ, അതിനേക്കാളൊക്കെ വിസ്മയകരമായി ചിത്രീകരിച്ച് അത്ഭുതപ്പെടുത്തിയ, ആനന്ദിപ്പിച്ച, വിഷ്വലൈസേഷനിൽ ഏറ്റവും മനോഹരമായി എന്ന് പറയുന്ന ചില പാട്ടുകൾ എടുത്തു പറയാവുന്ന ഏതൊക്കെയാണ്?
അങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് അങ്ങനത്തെ ഒരു തോന്നലുള്ളത് ഇപ്പൊ ഒന്നിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പാട്ട് ഗണപതി വിഷ്വലി നല്ല രസമായിട്ട്, അതായത് പെട്ടെന്നാണല്ലോ അത് സംഭവിക്കുന്നത്. അപ്പൊ അത് നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു വിഷ്വലായിരുന്നു, ഭയങ്കര രസമായിട്ട് വന്നിട്ടുള്ള. അത് ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള വർക്കില്ല. എനിക്കെല്ലാവരും ശൈലനന്ദിനിയും നല്ല രസമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു പാട്ടാണ്, ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്ത ഒരു വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇമോഷണലി വളരെ ജോസഫ് ഈ പറഞ്ഞ പോലെ എനിക്ക് അതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി എൻ്റെ ആദ്യ സിനിമയാണ്. ഇതെല്ലാം എല്ലാം എനിക്ക് കൗതുകം തന്നെയായിരുന്നു. ആ സിനിമയിൽ എങ്ങനെയൊക്കെ ഞാൻ കൊടുത്ത പാട്ട് ഏതൊക്കെ രീതിയിൽ വരുമ്പോഴും അതൊക്കെ എനിക്ക് സർപ്രൈസ്ഡ് ആവുകയാണ് ഞാൻ ചെയ്തത്. ഏത് പാട്ട് വരുമ്പോഴും എൻ്റെ ആദ്യ സംഭവമാണ്. രണ്ടും ഒരേ ദിവസം റിലീസായി. ഈ അതിൽ പാട്ട് ചർച്ച നമ്മൾ നടത്തിയിട്ട് ഒരു പാട്ട് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഫീമെയിൽ റൈറ്റർ ആണ് കൂടുതൽ പാട്ട്, ഹസീന എന്ന് പറഞ്ഞൊരു ലേഡിയാണ് എഴുതിയത്. നല്ല പാട്ടിലായിരുന്നു. അതിൽ എം ജി സാറും സുജാതേഷിയും കൂടെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, നീലരാവിലായി വിരിഞ്ഞ പൂവേ. ധർമ്മജേട്ടൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഒരു പാട്ട് പാടിയിട്ടുണ്ട് അതിൽ. അപ്പോൾ അത് രസകരമായിട്ടുള്ള അനുഭവമായിരുന്നു. ഇത് രണ്ടും ഒരുമിച്ച ആക്ച്വലി ഫസ്റ്റ് എനിക്ക് ഒരു സിനിമ കൊണ്ടുതരുന്നത് നിത്യഹര നായകനാണ്. ആദ്യമായിട്ട് അഡ്വാൻസ് കൊണ്ട് തന്ന എന്നെ കമ്പോസർ ആക്കിയത് നിത്യഹര നായകനാണ്. അത് കഴിഞ്ഞിട്ടാണ് ജോസഫ് വന്നത്. പിന്നെ രണ്ടിന്റെയും പ്രവർത്തനങ്ങൾ ഒരുമിച്ച് പാരലലിയാണ് മുന്നോട്ട് പോയത്. നവംബർ 16 രണ്ട് സിനിമ ഒരു ദിവസം റിലീസായി. ജോസഫിന്റെ വിജയത്തിൽ പൂമുത്തോളം ഉൾപ്പെടെയുള്ള പാട്ടുകൾ നൽകിയിട്ടുള്ള സപ്പോർട്ട് വലുത് തന്നെയാണ് അല്ലേ? എനിക്കതാ പറഞ്ഞത്, അത് ജഡ്ജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി എനിക്കില്ല, ഇപ്പോഴും ഇല്ല. എനിക്കറിയില്ല പാട്ട് കൊണ്ട് സിനിമ വിജയിക്കുകയോ അല്ലെങ്കിൽ പാട്ട് ഉണ്ടായത് കൊണ്ടാണ് സിനിമ വിജയിച്ചൊന്നും പറയാൻ എനിക്ക് അറിയില്ല അതിനെപ്പറ്റി. എഞ്ചിനുമായിട്ടുള്ള സൗഹൃദം ഞങ്ങൾ ഒന്നിച്ച്, ഞാൻ പ്രോഗ്രാം ഡയറക്ടറായിട്ട്, അദ്ദേഹം പെർഫോമർ ആയിട്ടുള്ള ഒരു ചാനൽ ഷോയുടെ ഒരു കാലം മുതലേ എനിക്ക് ഇതിലെ വ്യത്യതേ ഉള്ളൂ. ഹരിയേട്ടനെ 2007 കണ്ട പോലെ തന്നെ 2024 അത് മാത്രമേ ഉള്ളൂ എന്റെ ഒരു വ്യത്യാസം ഇല്ലാതെ. അതാണ് ഹരിയേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞങ്ങള് വേറെ ചാനലിൽ ഞാൻ റിയാലിറ്റി ഷോയിലെ കൂടെയാണ് വരുന്നത്. അപ്പോൾ ആ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഹരിയേട്ടൻ അവിടുത്തെ പ്രൊഡ്യൂസറാണ്, പ്രോഗ്രാം പ്രൊഡ്യൂസറാണ്. അതിനുശേഷം ഒരുപാട് കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂടാറുണ്ട്. അതിപ്പോ സന്തോഷമായിട്ടാണ് രഞ്ജിനായിട്ടും ഈ സൗഹൃദം വർഷങ്ങളോളം അതേ ഊഷ്മളതയോട് നിലനിന്ന് പോവുക. അതിലേറ്റവും എനിക്ക് വളരെ സർപ്രൈസ്ഡ് ആയ ഒരു കാര്യമായിരുന്നു പെട്ടെന്ന് പഞ്ചവർണ്ണ തത്തയായിട്ട് ഹരിയേട്ടൻ വന്നപ്പോ. പിന്നെ ഗാനഗന്ധർവൻ വരുന്നു. പഞ്ചവർണ്ണ തത്ത പറഞ്ഞ സന്തോഷേട്ടനല്ലേ എഴുതിയത്? അതിൽ പാട്ട് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. ദാസേട്ടൻ പാടിയ പാട്ട് അവസാനത്തെ ഗംഭീര പാട്ടുമാണ്, അത് നല്ല വരികളുമാണ്. സന്തോഷേട്ടാ, ഒരു കലാകാരൻ എന്ന നിലയിൽ ഈ പാട്ടുവഴികളിലോടൊപ്പം അല്ലെങ്കിൽ അതിനപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാൾക്ക് നാടകം, തിയേറ്റർ ആർട്ട്, അതിലുള്ള എഴുത്ത്, സംവിധാനം, അവതരണം, അഭിനയം, പ്രത്യേകിച്ച് ഒരു സ്റ്റേജ് പെർഫോമൻസിൻ്റെ ഒരു ലെവലിൽ നോക്കുമ്പോൾ ഈ ഓണക്കാലത്തൊക്കെ എത്രയോ സ്റ്റേജ് പരിപാടികൾ നടക്കുന്നു. സന്തോഷമായിട്ടുള്ള സ്റ്റേജ് അനുഭവങ്ങൾ, പ്രത്യേകിച്ച് നാടകാനുഭവങ്ങൾ കൂടെ ഒന്ന് കേൾക്കാം, പറയാമോ? നാടകാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഞാൻ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ വളരെ ഒരു 6-7 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ സമ്പ്രായകരായിട്ടുള്ള കുട്ടികൾ, എൻ്റെ ബന്ധുക്കളായിട്ടുള്ള കുട്ടികൾ, അവരൊക്കെ ആയിട്ട് ഒരുമിച്ച് ഞങ്ങൾ ഈ അമർ ചിത്ര കഥയിലത്തെ കഥകളുണ്ടല്ലോ അതെടുത്ത് നാടകം ഉണ്ടാക്കുക, അതൊരു കളിക്കും. അത് വളരെ ചെറുപ്പത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു എന്തുകൊണ്ടോ അന്ന് മുതലൊരു നാടകഭ്രാന്തുണ്ട്. അതിങ്ങനെ വളർന്ന് ഒരു 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും സ്കൂളിലെ മറ്റേ ജില്ലാ അങ്ങനത്തെ എല്ലാ കോമ്പറ്റീഷനുകൾക്കൊക്കെ പങ്കെടുക്കുന്ന ഗ്രൂപ്പിൽ ഞാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊക്കെയാണ് നമ്മൾ തൃപ്പൂണിത്തുറ ഞങ്ങളുടെ ഭാസവേദി ഗ്രൂപ്പൊക്കെ വന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഈ നാടക പ്രവർത്തനം മൂത്തത് കാരണമാണ് എന്നെ നാട് കടത്തി വീട്ടുകാർ രക്ഷപ്പെടുത്താൻ നോക്കിയത്. പക്ഷെ അപ്പോൾ പിന്നെ ഞാൻ എഴുത്തിലേക്ക് തിരിഞ്ഞു. അപ്പോഴേക്കും നാടകമൊക്കെ നിന്നിരുന്നു. അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന് വീണ്ടും സജീവമായിട്ട് നാടകത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പോൾ അന്നൊക്കെ ഈ ഓണക്കാലം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഓർക്കുകയാണ്. ഓണക്കാലം എന്ന് പറഞ്ഞാൽ നിറച്ച് അമേച്വർ നാടക മത്സരങ്ങളുള്ള കാലഘട്ടങ്ങളാണ്. അപ്പോൾ തിരുവോണത്തിനൊന്ന്, ഉത്രാടത്തിനൊന്ന് രാത്രി നാടകം ഉണ്ടാവും, തിരുവോണത്തിനൊന്ന് രാത്രി തൃപ്പൂണിത്തുറയിൽ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയത്തിൻ്റെ പ്രോഗ്രാം നടക്കുന്നുണ്ടാവും. അതിനിടെ കൂടി ഞങ്ങൾ ഇവിടുന്ന് വണ്ടിയിൽ പല അമേച്വർ കോമ്പറ്റീഷനിലും പോയിട്ട് നാടകം കളിക്കാൻ പോകും. അങ്ങനെയൊക്കെ ഒരു കാലഘട്ടമുണ്ട്. തിരുവോണത്തിനൊന്നും ചിലപ്പോൾ പട്ടിണിയായിരിക്കും രാത്രി. തിരുവോണത്തിനൊന്ന് കടകളൊന്നും തുറക്കില്ലല്ലോ. അപ്പോൾ ഈ മത്സരമൊക്കെ ആകുമ്പോൾ അന്നൊന്നും ഇങ്ങനെ ഫുഡ് വരുന്ന പരിപാടിയൊന്നും ഇല്ല. അപ്പോൾ രാത്രി അവിടെ ചെന്നിട്ട് ഒരു ബ്രെഡ് പോലും കിട്ടാതെ, പക്ഷെ അത് സാരമല്ല, സഹിച്ച് നാടകം കളിച്ച് ചിലപ്പോൾ ഒന്നും കിട്ടില്ല, ചിലപ്പോൾ കിട്ടും, തിരിച്ചു പിന്നെ അത് വളരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി. പിന്നെ ഒരു 2000-നൊക്കെ ശേഷം പൊതുവേ നാടകവേദിക്ക്, അമേച്വർ നാടകവേദിക്ക് ഒരു തളർച്ചയായിരുന്നു. ഇപ്പോൾ കുറച്ച് അടുത്ത കാലമായിട്ട് വീണ്ടും വളരെ നല്ല ഇതായിട്ട് ഒരു നല്ലൊരു ഊർജ്ജത്തോടു കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2019 മുതൽ സജീവമായിട്ട് ഇപ്പോൾ അമേച്വർ നാടകവേദികളുണ്ട്. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു 4-5-6 നാടകങ്ങൾ ഇതുവരെ പല ഘട്ടങ്ങളിലായിട്ട് സ്റ്റേജ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അത് സജീവമായിട്ട് നിൽക്കാൻ ശ്രമിക്കുന്നു.
ഇപ്പോൾ അതെ അതെ വളരെ ഇപ്പോൾ പ്രസന്റ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് നമ്മുടെ ഇന്നത്തെ അഭിമുഖത്തിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം രഞ്ജിൻ പറഞ്ഞൊരു കാര്യമാണ് അഭയദേവ് മുതൽ ഇങ്ങോട്ട് അതെ അതെ മലയാള സിനിമയിലെ ഗാനരചയിതാക്കൾ സംഗീത ശില്പികളുടെ ഒരു പൂർവ്വകാലം ഒരു പക്ഷേ ഇന്ന് പ്രത്യേകിച്ചും പുതുതലമുറയുള്ളവർക്ക് അത്ര പരിചിതമല്ല. അല്ല അറിയാൻ ശ്രമിക്കുന്ന പലരുണ്ട്. എന്നിരുന്നാൽ പോലും വായനയിലൂടെയും കേൾവിയിലൂടെയും ഒക്കെ അന്നു മുതലേയുള്ള പാട്ടുകൾ ഫോളോ ചെയ്യുക. അതിൽ പി ഭാസ്കർ മാസ്റ്റർ, അതെ വയലാർ, ONV കുറുപ്പ് മുതൽ ഇങ്ങോട്ടുണ്ടല്ലോ ഒരുപാട് പേര്. അതെ, അതെ. ഇതിൽ തിക്കുറിശി സുമാനൊക്കെ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പുത്തൻകാവ് മാത്തൻ ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോ എല്ലാവരും ഓർത്ത് പിന്നീട് ശ്രീകുമാർ നമ്പി സാർ, യൂസഫ് അലി കേച്ചി, പിന്നെ ചുനക്കര, ബിജു തിരുമല, അതെ അതെ, ആ ഒരു കാലം, പൂവച്ചൽ ഖാദർ, പൂവച്ചൽഖാദർ, കൈതപ്രം, പുത്തഞ്ചേരി, അങ്ങനെ ഒരുപാട് പേര്. ആ വഴികളിലൂടെ സഞ്ചരിച്ചപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു നിറവും അറിവും എങ്ങനെയാണ് ഈ അവസരത്തിൽ ഒന്നുകൂടെ? എനിക്ക് മെയിൻലി ആകാശവാണി തന്നൊരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. കാരണം ഈ റേഡിയോ ഗാനങ്ങൾ എന്ന് പറഞ്ഞൊരു സംഭവം എനിക്കറിയില്ല, അങ്ങനെ പരക്കെ വിളിക്കാറുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളായിരിക്കില്ല. ഇപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ജോൺസൺ മാഷ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അറിയുന്ന പാട്ട് ഇപ്പോൾ പാതിമയും പറഞ്ഞതിൻ്റെ ശ്യാമാംബരം, ദേവാങ്കണങ്ങൾ, ഇതൊക്കെയാണ് പെട്ടെന്ന് അറിയാം. പക്ഷേ അതൊന്നും അല്ലാതെ മഴനിലാവ് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സ്വർണ്ണപക്ഷികൾ എന്ന് പറഞ്ഞ സിനിമ, അങ്ങനെയുള്ള അധികം ആരും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഇപ്പോൾ സ്വപ്നങ്ങൾ, എൻ്റെ സ്വപ്നങ്ങൾ മുല്ലപ്പന്തലൊരുക്കി, മോഹങ്ങൾ എൻ്റെ മോഹങ്ങൾ, അങ്ങനൊരു പാട്ടുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് ഫെമിലിയർ അല്ല. അപ്പോൾ ഇത്തരം പാട്ടുകൾ എനിക്ക് റേഡിയോയിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കരമായിട്ടൊരു സത്യം, അതൊരു നിധിയാണ്. ഇന്നും എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്താ വെച്ചാൽ ആ ഒരു 2-3 വർഷത്തെ റേഡിയോ കാലം എന്ന് പലപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഇപ്പോൾ രവീന്ദ്ര മാഷ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് വരുന്ന പാട്ടുകൾ വേറെ കുറേ പാട്ടുകളാണ്. പക്ഷെ അതല്ലാത്ത ഒരു കൂട്ടം പാട്ടുകൾ, അപ്പോൾ അത് എനിക്ക് കേൾക്കാൻ പറ്റിയത് റേഡിയോയിൽ പോയതുകൊണ്ടാണ്. അപ്പോൾ അതെനിക്ക് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സന്തോഷേട്ടന് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു അനുഭവം. നമ്മൾ ഫെസ്റ്റിവൽ സോങ്സിനെ കുറിച്ച്, ഓണപ്പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ സന്തോഷേട്ടൻ എഴുതിയ ആൽബംസ് ഉണ്ട്, ഓണപ്പാട്ടുകൾ. വാസന്തം എന്നൊരു ആൽബം ഉണ്ട്. പിന്നെ ബാലഭാസ്കറുമായിട്ട് ചേർന്ന് ചെയ്തിട്ടുള്ളത് അതാണ്. ബാലഭാസ്കറുമായിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു ഫുൾ ആൽബം ചെയ്യുന്നത് അതാണ്. ഈ പാട്ടുകൾ, ഈ പറഞ്ഞ ഓണപ്പാട്ടുകളാണ്. ഈശോയുടെ ആദ്യമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വർക്കാണ്. പിന്നെ 4 എന്ന് പറഞ്ഞൊരു മൂവിയിൽ ഒരു ഓണപ്പാട്ട്, അത് ബിജിയായിട്ട് ചെയ്തത്. ഈ പണ്ട് കാലങ്ങളിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഓണപ്പാട്ട് ചിലപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ ഓണപ്പാട്ടുകൾ പല പടങ്ങളിലായിട്ട് നമുക്ക് ഒരുപാട് പാട്ടെടുത്താൽ എല്ലാം ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ആയിരിക്കും. മറ്റുള്ളവരുടെയൊക്കെ പൊതുവെ കുറവായിരിക്കും. അന്നത്തെ പോലെ നമുക്ക് ഈ പുതിയ കാലത്തിലെ സിനിമയിലൊന്നും പലപ്പോഴും ഈ ഓണം എന്നുള്ള സിറ്റുവേഷൻ ഒന്നും വരുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു 4 എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനെ ഒരു ക്യാമ്പസിന്റെ ഫേമസ് ആയി പറഞ്ഞത്. ഏത് പാട്ട്? കണ്ടല്ലോ മമിത ബൈജു ഇല്ലേ ഇപ്പൊ പ്രേമലൂരിലുള്ള ആ കുട്ടി, ആ സീനിലുണ്ടെന്നാണ് എന്റെ ഓർമ്മ. അല്ലേ മമിത ഉണ്ടല്ലേ? ഹരിയുടെ ഭയങ്കര ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുന്നതോടെ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നല്ലൊരു അവസരം കിട്ടിയപ്പോൾ നല്ലൊരു പാട്ട് അങ്ങനെ ചെയ്യാൻ പറ്റി. അത് ആ സിനിമയിൽ ഞാൻ ചെയ്തിട്ടുള്ള ഓണപ്പാട്ട് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഒക്കെ നമ്മൾ പലപ്പോഴും ആൽബങ്ങളായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക തരംഗിണിയുടെ കാസറ്റുകളിലൂടെ വന്ന പാട്ടുകളിൽ ശ്രീകുമാരൻ നമ്പി സാറിനെ പോലെ പലരും, യൂസഫ് അലി കേച്ചി സാറിന്, ബിച്ചു തിരുമൽ സാറിന്റെ പാട്ടുകളുണ്ട്, ഈ ഭരണിക്കാവ് സാർ, ഒരുപാട് പേരുണ്ടല്ലോ. മോഹൻ സിത്താര സാറുടെ ആ ഒരു സമയമില്ല, ആ ഇറ വരെ വളരെ ആക്റ്റീവായിട്ട് ഓണപ്പാട്ടിൽ വന്നിട്ടുണ്ട്. ദൂരദർശനിലൊക്കെ നല്ല പാട്ടുകൾ വേണ്ട മോഹൻ സിത്താര സാറിന്റെ വരാറുണ്ട്. അതൊക്കെ കേൾക്കും, ഇപ്പോൾ വീണ്ടും കേൾക്കുമ്പോ വിദ്യാധര മാസ്റ്റർ ഗ്രാമീണ ഗാനം അല്ലേ, അതൊക്കെ നമ്മുടെ ഒരു വലിയ സമ്പത്തല്ലേ. പിന്നെ തീർച്ചയായിട്ടും അത് നമ്മുടെ ആ ചെറുപ്പകാലങ്ങളെ മുഴുവൻ അന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു വ്യത്യാസം, കാലത്തിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കിപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു ചെറുപ്പകാലത്ത് ഈ പറഞ്ഞ തരംഗിണിയുടെ ഗാനങ്ങൾ ദാസേട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഓരോ ഓണമാകുമ്പോൾ അതിന് നേരത്തെ തന്നെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടാവും, ഇന്നാണ് അതിൻ്റെ പേര്, പൊന്നോണ തരംഗിണി അല്ലെങ്കിൽ തരംഗിണി ഓണപ്പാട്ടുകൾ എന്ന് പറഞ്ഞ് പല പേരുകളും വെച്ചിട്ട് ദാസേട്ടൻ്റെ പടം വെച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടമുണ്ട്. അതായത് ആ കാസറ്റുകൾ ഈ കാസറ്റുകളിലേക്ക് എത്തിയിട്ട് വേണം അത് മേടിച്ചുകൊണ്ടൊക്കെ കേൾക്കാനായിട്ട്. അങ്ങനെ ജനം കാത്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് ആകെപ്പാടെ നമുക്ക് നമ്മുടെ വീട്ടിൽ ടേപ്പ് റെക്കോർഡും ഈ കാസറ്റും ഉള്ളൂ. നമ്മൾ ആ ഓണക്കാലത്താവട്ടെ ഇനിയുള്ള കാലങ്ങളിൽ ഏത് ഫംഗ്ഷന് പോയാലും നമ്മൾ കേൾക്കുന്നത് ഈ പാട്ടുകളാണ്. അതുകൊണ്ടാണ് ഈ പാട്ടുകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് അലിഞ്ഞു ചേർന്നേക്കുന്നത്. ഇന്നത്തെ പാട്ടുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്നൊരു പാട്ട് വന്നാൽ ചിലപ്പോൾ നമുക്കിപ്പോൾ യൂട്യൂബ് റിലീസായിരിക്കും, ഇതാണെങ്കിലും 10 പേര് കൊണ്ട് ചിലപ്പോൾ വൈറലായി അപ്പം കത്തി അപ്പം അങ്ങ് പോയി. ഇത് പിന്നെ ആരും കാണുന്നില്ല. മറ്റത് അങ്ങനെയല്ല,
നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ കേട്ടേ തീരും. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കുട്ടിക്കാലത്ത് എല്ലാ ദിവസവും ഉണരുന്നത് ഗംഗയാറ് പിറക്കുന്നു എന്ന് അമ്പലത്തിൽ നിന്ന് കേട്ടുകൊണ്ടാണ് ഉണരുന്നത്, വളരെ ചെറുപ്പകാലത്ത്. അന്ന് ഈ തടസ്സങ്ങളൊന്നുമില്ല, ഫ്ലാറ്റുകൾ തടസ്സങ്ങളൊന്നുമില്ല. അപ്പൊ പാട്ടൊഴുകി ഒരു ഏരിയ മുഴുവൻ ഉണ്ടാവും. അപ്പൊ ഇത് പാട്ട് ഞാൻ അടുത്ത് ഇതാകുമ്പോ അടുത്തിന് നമുക്ക് ഇത് അല്പം മ്യൂസിക് അറിയുന്നവരാണെങ്കിൽ അടുത്തതിന്റെ പിച്ച് വരെ നമ്മൾ പാടുന്നത് കറക്റ്റ് ആയിരിക്കും. ഒന്ന് സി ആണെങ്കിൽ അടുത്ത സി ആണെങ്കിൽ ഇത് കഴിയുമ്പോ ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല എന്ന് പാടാൻ കറക്റ്റ് ആയിരിക്കും നമ്മൾ. അതിന് അത് അങ്ങനെ വരെ നമ്മൾ ചൂണ്ടായ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടം നമ്മൾ കിടന്നു പോകുന്നതുകൊണ്ട് ഇതേപോലെ തന്നെയായിരുന്നു ഈ പാട്ടുകളൊക്കെ നമ്മൾ കേട്ട് 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 നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, അതൊരു മനോഹരമായ കാലഘട്ടം. അപ്പോൾ ഓരോ ഓണങ്ങളും ഇപ്പോൾ തൃപ്പൂണിത്തുറ അത്തച്ചമയാണെങ്കിൽ ആ സമയത്ത് ഈ പാട്ടായിരിക്കും മുഴുവൻ നമ്മൾ ഉത്രാടപ്പൂന്തലാവേ വന്ന കാലത്ത് അത്. അതിനുശേഷം എത്ര കാലം കഴിഞ്ഞാൽ ഇപ്പോഴും ആ പാട്ട് വിദ്യാജിയുടെ അതുവരെ ഇപ്പൊ ഒരു ചാനലിൽ ഓണ പ്രോഗ്രാം ആണെങ്കിലും കാണിക്കുമ്പോ എനിക്ക് അതാണ് ഒരു ലാസ്റ്റ് ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു ഓണം. എന്താ അറിയോ, എനിക്ക് ഫീൽ ചെയ്ത് സന്തോഷമായിട്ട് ആ സമയത്ത് ഈ ക്ലാസിക് സ്വഭാവമുള്ള ഓണപ്പാട്ടുകളുടെ കാസറ്റിൽ ശരിക്കും പറഞ്ഞ ഒരു മനുഷ്യ ജീവിതത്തിന്റെ ഡൈനാമിക്സ് ഉണ്ടായിരുന്നു. അത് കാരണം പ്രണയമുണ്ട്, വിരഹം വരും, കുറച്ച് കഴിയുമ്പോൾ ഒറ്റപ്പെടല് അവസ്ഥ, പിന്നെ വീണ്ടും ഒരു ആഘോഷം. അപ്പൊ അങ്ങനെ ഒരു ഡൈനാമിക്സ് ആ 10 പാട്ടുകളിലൂടെ പറഞ്ഞു പോകുമായിരുന്നു. ഒരു ബന്ധമുണ്ട്, ഒരു തിരുവോണക്കൈ. ഞാൻ പറയാം, മറ്റേ യൂസഫ് അലി സാറിന്റെ പാട്ടുണ്ടല്ലോ, അതായത് ഉത്രാടരാത്രിയിൽ ഉണ്ണാതുറങ്ങാതെ ഉമ്മറപ്പടിയിൽ ഞാൻ കാത്തിരുന്നു, എൻ്റെ ഉണ്ണീടച്ചനെ കാത്തിരുന്നു, ഒത്തിരി ദൂരത്ത് ഓണനിലാവത്ത് ഓമനെ നിന്നെ ഞാൻ ഓർത്തിരുന്നു, ഒരു പാടു കണ്ണീർ വാർത്തിരുന്നു. ഇങ്ങനത്തെ പാട്ടിലാണ് മുഴുവൻ. അതിനകത്ത് എന്താണ് നമുക്ക് മനസ്സിലാവാത്ത ആ ഒരു വികാരം ആ സംഗീതത്തിലും എല്ലാം വന്നു. പിന്നെ അതാണ് നമ്മൾ ഇത്രയും നമ്മൾ കൊണ്ടുനടക്കുന്നത്. സിനിമാ പാട്ടുകളില് ഓണപ്പൂവേ പൂവിലൊക്കെയാണ് എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. നല്ല പാട്ടുകളായതുകൊണ്ട് എത്ര. പിന്നെ ഇപ്പൊ തിരുവാവണി രാവ്, പക്ഷെ കാറ്റും പോയി മഴക്കാറും പോയി എന്ന പാട്ടിലും കർക്കിടകം പോയി ആവണിത്തുമ്പി ഒന്നതാണല്ലോ. അതുപോലെ ഇപ്പൊ നമ്മൾ ഇതിങ്ങനെ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ഓർക്കേണ്ട ഒരു പാട്ട് എന്ന് വെച്ചാൽ ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ. അതൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തെ ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം ആദ്യത്തെ ആൽബമാണ്. തമ്പി സാറാണോ അല്ലേ? തമ്പി സാർ അത് എനിക്ക് സംശയം ഭാസ്കർ മാസ്റ്റർ ആണോ സംശയം, എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അവരുടെ കോമ്പിനേഷനിൽ കുറച്ച് നല്ല പാട്ട്, നീലക്കണ്ണുള്ള പെണ്ണയൊക്കെ തമ്പി സാറിന്റെ പാട്ടാണ്. അത് കേട്ടറിയാം. ലിറിക്കിൽ എനിക്ക് സംശയമുണ്ട്. കാരണം വെച്ചാൽ അന്നൊക്കെ ഈ ഇതുമേ ഇല്ല, ലേബലും നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് നമ്മൾ കുറേ വിഷയങ്ങൾ സംസാരിച്ചില്ലേ, പുതുമ കുറേയുണ്ട്, പഴമ ഒരുപാടുണ്ട്. ഇത് രണ്ടും ചേർത്ത് പറയുന്നിടത്താണല്ലോ ഒരു ഭംഗി. അപ്പോൾ ഓണത്തിൻ്റെ പഴയകാലത്തെ ഓർമ്മകളിലേക്ക് മലയാള സിനിമാ സംഗീത ചരിത്രത്തിൻ്റെ പോയ കാലത്തേക്കൊക്കെ പോകാൻ പറ്റിയത് വലിയ സന്തോഷം. ഇനി പുതിയ വിശേഷങ്ങളെ കുറിച്ച് അറിയണം. അത് നിങ്ങളുടെ പുതിയ വർക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. ലാസ്റ്റ് ഇറങ്ങിയ ഒരു മൂവി പഞ്ചായത്ത് ചെട്ടി എന്ന് പറയും, മറിമായൻ ടീമിന്റെ മൂവിയായിരുന്നു. നല്ല രീതിയിൽ അത് ചിത്തിനെ ഞങ്ങൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ആനന്ദ് ശ്രീബാലയിലെ സന്തോഷേട്ടനെ എഴുതിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു സീരീസ് നാഗേന്ദ്രൻസ് ഹണിമൂൺസ് എന്ന് പറഞ്ഞ സീരീസ് നല്ല രീതിയിൽ സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അഭിലാഷിന്റെ സുമതി ഇനി നവംബറിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അഭിലാഷ് ഇന്നലെ തിരക്കഥ സംവിധാനം എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി കൂടുതൽ അടുത്ത് പറയാൻ പറ്റുമായിരിക്കും, അടുത്ത നമ്മുടെ സിറ്റിംഗിൽ പറയാൻ പറ്റുമായിരിക്കും. യെസ്, അതൊക്കെയാണ് ഇനി. പിന്നെ ഐസ് എന്നുണ്ട് ബോബി സഞ്ജയുടെ ഒരു സീരീസ്, ബോബി സഞ്ജയ് ടീമിന്റെ മനു അശോകൻ സംവിധാനം ചെയ്യുന്ന സീരീസ് ആയിരുന്നു. ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് ഇതിന് വർക്കുകൾ ചെയ്യാൻ പറ്റുന്നതിൽ പ്രതിഭയുമുണ്ട്. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നു. സിസ്റ്റമാറ്റിക് ആണോ എന്ന് എനിക്കറിയില്ല, പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയല്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രഞ്ജിന്റെ വർക്കിന് അതിനൊരു കൃത്യതയും കൺസിസ്റ്റൻസിയും ഡെഫിനറ്റ്ലി ഉണ്ട്, കൊടുക്കേണ്ട. ഞാൻ കാരണം അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറിനോ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് 100% ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എങ്കിലും ഈ പറഞ്ഞ മൾട്ടിപ്പിൾ പ്രൊജക്ട്സ് ചെയ്യുമ്പോഴും അവര് ചെറുതായിട്ടൊക്കെ എനിക്ക് വിഷമിപ്പിക്കേണ്ടി വരും. അവർ പറഞ്ഞ ദിവസത്തെ നെക്സ്റ്റ് ഡേ ഒക്കെ ആവാറുണ്ട്, അത്രേ ഉള്ളൂ. ലാസ്റ്റ് ഈ വർഷം എൻ്റെ ഇറങ്ങിയ സക്സസ് ആയിട്ട് പോയ 2 പടങ്ങളാണ്. ഒന്ന് തെലുങ്കില് അല്ലു അർജുൻ്റെ ഫാദർ അല്ലു അരവിന്ദ് സാർ പ്രൊഡ്യൂസ് ചെയ്ത ഗീത ആർട്സിന്റെ നമ്മുടെ മലയാളം മായാട്ടിന്റെ റീമേക്ക്, അത് കോട്ട ബൊമ്മളി PS എന്ന് പറഞ്ഞിട്ടൊരു മൂവി, അത് അവിടെ നല്ല രീതിയിൽ പോയി. പിന്നെ ഒരു ഭോജ്പൂരി മൂവി ചെയ്തു, അവിടുത്തെ സൂപ്പർ സ്റ്റാർ രവി കിഷൻ സാർ അഭിനയിച്ച മഹാദേവ് കാ ഗോരഖ്പൂർ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ചെയ്തു.
അതൊക്കെയാണ് ഈ വർഷം ഇറങ്ങിയ വേറെ പടം. സന്തോഷമായിട്ട് എഴുതുന്ന പാട്ടുകൾ പലതും ഉണ്ട്. അതെ, ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഞങ്ങൾ കുറച്ച് എഴുതി. വിജയായിട്ട് ഞാൻ പാണ്ഡവലഹള എന്നുള്ള പടം ചെയ്യുന്നുണ്ട്. പിന്നെ പുതിയ 2 പടങ്ങൾ വന്ന് നിൽക്കുന്നു. ആനന്ദ് ശ്രീബാലയിലെ നല്ലൊരു പാട്ടാണ് എനിക്ക് സന്തോഷം കൂടെ ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അതൊരു പാത്തോസ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ പലപ്പോഴും പറയും എൻ്റെ സ്ഥായി ഭാവം സങ്കടമാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ എനിക്ക് വളരെ സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കൈൻഡ് ഓഫ് ട്യൂണാണ് സങ്കടകരമായിട്ടുള്ള അവസ്ഥയ്ക്കൂടെ പോകുന്ന പരിപാടികൾ. അപ്പോൾ ഇത് പ്യുവർ പാത്തോസ് ആണ്. അപ്പോൾ അത് സന്തോഷ് ചേട്ടൻ വളരെ കൃത്യമായിട്ട് ആ പാട്ടിന് ചേരുന്ന പോലെ എഴുതിയിട്ടുണ്ട്. അത് മധു ചേട്ടനാണ് പാടിയിരിക്കുന്നത്. എനിക്ക് ആ പാട്ടിൽ വളരെ വിശ്വാസമുള്ളൊരു സോങ്ങാണ്. ഞാനത് ഇറങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം. നമ്മൾ ഈ പൂക്കളത്തിൽ നിന്നാണ് തുടങ്ങിയത്. ഈ പൂക്കളത്തിൽ തന്നെ പൂർത്തിയാക്കാം. അങ്ങനെ മലയാളികളുടെ മനസ്സിൽ, സംഗീതപ്രേമികളുടെ മനസ്സിൽ എന്നും നിത്യസുഗന്ധം സമ്മാനിക്കുന്ന, നിത്യ സൗന്ദര്യം സമ്മാനിക്കുന്ന പാട്ടിൻ്റെ ഒരുപാട് പൂക്കം തീർക്കാൻ രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ.